താഴ്ത്തി സമർപ്പിക്കാം. ഈ ദേശത്തിൻ്റെ പല സ്ഥലങ്ങളിലായിരിക്കുന്ന നമ്മൾക്ക് ഒരുമിച്ച് പ്രകാരം വിശ്വാസത്തിൽ, ആത്മാവിൽ, ദൈവാത്മാവിൽ ഒരുമിച്ച് കൂടുവാനും ഐക്യപ്പെടുവാനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ഒരുമിച്ചിരിപ്പാനും ഒക്കെ ദൈവം തരുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ നാളുകളിലൊക്കെ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ചുറ്റുപാടുകളുടെ ഒക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി, നമ്മളുടെ ഭാരങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിപ്പാനും അതൊക്കെ ദൈവസന്നിധിയിൽ വിശ്വാസത്തോടു കൂടെ ഒക്കെ ഇറക്കി വയ്ക്കുവാനും ഒക്കെ ഉള്ള അവസരം തരുന്നു. നമ്മൾ ആഗ്രഹിക്കുന്ന, പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങൾക്കുമൊക്കെ ദൈവം മറുപടി നൽകുന്നുണ്ട്. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നതോ നമ്മൾ ചിന്തിക്കുന്നതോ പോലെ അല്ലെങ്കിലുമൊക്കെ ദൈവം നമ്മോട് ഇടപെടുന്നു. രോഗത്തിലും ഭാരത്തിലുമൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കൊക്കെ സൗഖ്യവും ബലവും ആരോഗ്യവും ഒക്കെ ദൈവം നൽകുന്നു. അതൊരു വലിയ ദൈവിക നന്മയാണ്. അതുകൊണ്ട് നമുക്ക് വാസ്തവമായിട്ട് നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിലേക്ക് ഭരമേൽപ്പിക്കാം. നമ്മൾ ആരാണെന്നതോ നമ്മൾ എന്താണെന്നതോ നമ്മൾ എങ്ങനെയാണെന്നതോ അതൊന്നും ഓർക്കാനുള്ള സമയമല്ലല്ലോ നമ്മളൊക്കെ. കാരണം നമ്മളെ അറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ, നമ്മൾ എങ്ങനെ ആയിരിക്കുന്നു, ഒരു പക്ഷേ നമ്മൾ മറ്റുള്ളവരിൽ നിന്നൊക്കെ ഒളിച്ചു പിടിക്കുന്നത് പോലും അറിയുന്ന ഒരു ദൈവസന്നിധിയിൽ. അത് നമ്മൾ മറ്റാരോടും വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല, ദൈവം അറിയുന്നുണ്ട്. എന്നാൽ നമ്മുടെ ജീവിത അവസ്ഥകൾക്കൊക്കെ ദൈവം മാറ്റം വരുത്താൻ മതിയായവനാണ്. അതുകൊണ്ട് നമുക്ക് വിശ്വാസത്തോടുകൂടെ, വലിയ ഉറപ്പോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. വലിയ പ്രത്യാശയോടുകൂടെ, പ്രതീക്ഷയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമ്മുടെ ഇന്നത്തെ കൂട്ടായ്മയിലൂടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മോട് ദൈവം തൻ്റെ ചെവി ചായ്ച്ച് നമ്മുടെ സന്നിധിയിലേക്ക് ഇറങ്ങി വരട്ടെ. യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിക്കുമ്പോൾ ദൈവം ചെവി ചായ്ച്ചിറങ്ങുമെന്ന് വചനത്തിലുണ്ട്. അതുകൊണ്ട് നമുക്ക് ദൈവനാമ മഹത്തിനും സ്തുതിക്കുമായിട്ട് ദൈവസന്നിധിയിലായിരിക്കാം. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. നമുക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ കൂട്ടായ്മ ആരംഭിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പരമ പിതാവേ, അനുഗ്രഹീതമായ ഈ പ്രഭാത വേളയ്ക്കായി പിതാവേ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഞങ്ങളെ ഈ ദേശത്തിൻ്റെ പലയിടങ്ങളിലായി കർത്താവെ നീ ഞങ്ങളെ കാത്തു പരിപാലിച്ചു, നീ ഞങ്ങളെ വഴി നടത്തി. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ ചുവടിലും അവിടുത്തെ ദിവ്യമായ സാന്നിധ്യം അടിയങ്ങളോട് കൂടെ ഇരിക്കുന്നല്ലോ. ആ വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയോടും കർത്താവെ വിശ്വാസത്തോടും ഒക്കെ അവിശ്വസ്തത കാണിക്കുമ്പോഴും, അറിഞ്ഞോ അറിയാതെയോ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലെ ബലഹീനതകൾ സംഭവിക്കുമ്പോഴും അതൊന്നും ഓർക്കാതെ നീ ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്നതിനായിട്ട് കർത്താവെ ഞങ്ങളുടെ മെരിറ്റ് ഒന്നും നോക്കാതെ, കർത്താവെ ഞങ്ങളുടെ ഡീമെരിറ്റ്സ് ഒന്നും കണക്കിടാതെ നീ ഞങ്ങളെ കരുതുന്നല്ലോ. ആ വലിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, സഭയായിട്ട് കർത്താവെ ഞങ്ങൾ എണ്ണത്തിൽ കുറഞ്ഞു പോകാതെ കർത്താവെ ഈ നാളുകളിലൊക്കെ ഞങ്ങളെ അവിടുന്ന് പരിപാലിക്കുന്നുണ്ട്. ആ വലിയ കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളിലൊക്കെ പലരും കർത്താവെ പ്രായാധിക്യത്തിൻ്റെ ക്ഷീണങ്ങളുണ്ട്, രോഗത്തിൻ്റെ അവസ്ഥകളുണ്ട്. കർത്താവെ, ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകാവുന്ന രോഗാവസ്ഥയിലൂടെ ഒക്കെ ഞങ്ങളിൽ പലരും കടന്നു പോകുന്നുണ്ട്. എന്നാൽ അങ്ങയുടെ സ്നേഹം ഞങ്ങളോട് അതിവിശാലമായിരിക്കാൽ കർത്താവെ, നിന്റെ കൃപ ഈ നാളുകളിൽ കർത്താവെ ഞങ്ങളോട് അനന്തമായിരിക്കാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് കർത്താവെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പല സ്ഥലങ്ങളിൽ കർത്താവെ മറ്റുള്ളവരിൽ നിന്നൊക്കെ മറിഞ്ഞ് അകലങ്ങളിലൊക്കെ ആയിരിക്കുന്നെങ്കിലും അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങളൊക്കെ സമീപസ്ഥനാണല്ലോ. ഞങ്ങളൊക്കെ കർത്താവെ വിശ്വാസത്തിൽ ഒരുമിക്കപ്പെട്ടിരിക്കുന്നല്ലോ. ആ വലിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഈ പകൽക്കാലം അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ ഉള്ളിലുണ്ടാകണമേ, ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അപ്പോസ്തലന്മാർ കർത്താവെ ആദിമ നൂറ്റാണ്ടിൽ ഒരുമിച്ച് കൂടിയിരുന്ന് ആരാധിച്ചപ്പോൾ, അങ്ങയെ മഹത്വപ്പെടുത്തിയപ്പോൾ അങ്ങയുടെ ആത്മാവ് അവരുടെ മേൽ വന്നിറങ്ങിയതുപോലെ കർത്താവെ, ഈ പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് പാടി അങ്ങയെ ആരാധിക്കുമ്പോൾ, അങ്ങയെ മഹത്വപ്പെടുത്തുമ്പോൾ, കർത്താവെ അങ്ങയുടെ വചനം കേൾക്കുമ്പോൾ, കർത്താവെ ഞങ്ങളുടെ ചുറ്റുപാടുകൾക്ക് വേണ്ടിയിട്ടൊക്കെ അങ്ങയോട് ആവശ്യഭാരത്തോടുകൂടെ മധ്യസ്ഥത അണയ്ക്കുമ്പോൾ അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ ജീവിത ഭാരങ്ങളിൽ നിന്നൊക്കെ കർത്താവെ ആശ്വാസം ലഭിക്കുവാൻ, ദീർഘനാളുകളായി ഞങ്ങളെ അസ്വസ്ഥമാക്കുന്ന, ഞങ്ങളെ സങ്കടപ്പെടുത്തുന്ന ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വിഷമങ്ങളിലൊക്കെ കർത്താവെ അതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തുവാൻ, കർത്താവെ നഷ്ടമായ സമാധാനവും സന്തോഷവും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ തിരികെ പിടിക്കുവാൻ കർത്താവെ ഈ പകൽക്കാലം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന അങ്ങയുടെ എല്ലാ പ്രിയ മക്കൾക്കായിട്ടും സ്തോത്രം ചെയ്യുന്നവരായിരിക്കുന്ന അവസ്ഥയിൽ കർത്താവെ
നീ അവരോട് നിരന്തരമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കണമേ കർത്താവെ. അവർ ചെയ്യുന്ന കാര്യങ്ങളിലായിരിക്കുന്ന ഇടങ്ങളിൽ, അവരുടെ ജീവിത ആവശ്യങ്ങളിലൊക്കെ അവിടുത്തെ കൃപ കൂടെ ഇരിക്കും. പ്രത്യേകിച്ച് കർത്താവ്, ഇന്ന് പാട്ടുകൾക്ക് നേതൃത്വം നൽകുന്നവരെയും വചന വായനയ്ക്ക്, പ്രാർത്ഥനയ്ക്ക്, വചന ശുശ്രൂഷയ്ക്കൊക്കെ നേതൃത്വം നൽകുന്നവരെയും ഒക്കെ അവിടുത്തെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമേ, നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന താലന്തുകൾ, നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന സാധ്യതകൾ, കഴിവുകളൊക്കെ നിനക്ക് വേണ്ടി കർത്താവ് വിനിയോഗിപ്പാൻ, അതിലൂടെ നിന്നെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നീ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ കർത്താവ് ലജ്ജയിൽ ജീവിക്കുന്നവരായിട്ടല്ല കർത്താവ്, നിന്നെ മഹത്വപ്പെടുത്തുവാൻ, നിന്നെ ശുശ്രൂഷിപ്പാൻ, നിന്നെ സേവിപ്പാൻ, നിന്റെ നാമത്തെ ഉയർത്തുവാൻ കർത്താവെ, മറ്റുള്ളവരുടെ മധ്യത്തിൽ നിന്നെ സാക്ഷീകരിപ്പാൻ ഞങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങളൊക്കെ കർത്താവെ, അത് നിനക്ക് വേണ്ടി വിനിയോഗിപ്പാൻ പിതാവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം അവിടുത്തെ കൃപ ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ സാന്നിധ്യത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവെ ഭരിച്ച് നടത്തണമേ. ഞങ്ങളുടെ ഈ കൂട്ടായ്മയുടെ ആദ്യയുടെ അവസാനം തിരുസാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഇന്നത്തെ പാട്ടുകൾക്ക് നേതൃത്വം നൽകുന്നത് ചെറിയ ബോബങ്ങളും സാലി ആൻറ്റിയുമാണ്. പ്രത്യേകമായിട്ട് അവരെ പാട്ടുകൾക്ക് നേതൃത്വം നൽകാനായിട്ട് ക്ഷണിക്കുന്നു. അതിനുശേഷം ബിജു ഉമ്മൻ സങ്കീർത്തനം വായനയ്ക്ക് നേതൃത്വം നൽകും. 12-ാം സങ്കീർത്തനം ബിജു വായിക്കണം. ഇപ്പോൾ ചെറിയ ബോബങ്ങളും ഫാമിലിയും ഗാനങ്ങൾക്ക് നേതൃത്വം നൽകും. കേൾക്കാം അങ്കളെ. യെസ്. പ്രത്യാശ ഗീതങ്ങൾ പാട്ടുപുസ്തകത്തിൽ നിന്ന് 73-ാമത്തെ പാട്ട്. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. പാപങ്ങളാകവെ ക്ഷമിച്ചിടുന്നു, രോഗങ്ങളാകവെ നീക്കിടുന്നു. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. അമ്മയെപ്പോൾ നമ്മെ ഓമനിച്ചു, അപകടവേളയിൽ പാലിച്ചവൻ. ആഹാരപാനീയമേകിയവൻ, നിത്യമം ജീവനെ നൽകിടുന്നു. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. ഇടയനെ പോൽ നമ്മെ തേടി വന്നു, പാപക്കുഴിയിൽ നിന്നേറ്റിയവൻ. സ്വന്തമാക്കി നമ്മെ തീർത്തിടുവാൻ, സ്വന്ത രക്തം നമുക്കേകിയതാ. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. കൂടുകളെ കൂടികളെ പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു, ചിറകുകൾ അതിന്മേൽ വഹിച്ചു നമ്മെ. നിലം പരിചായി നാം നശിച്ചിടാതെ, പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. സ്തോത്രം ചെയ്യാം ഹൃദയംഗമായി, കുമ്പിടാം അവൻ മുൻപിലാദരവായി. ഹല്ലേലൂയ പാടി മോദമോടെ, അവനല്ലോ നമ്മുടെ രക്ഷയിൻ പറ. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. അടുത്ത പാട്ട് 45. യേശുവനടിസ്ഥാന ആശയവനിലത്രേ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനോ. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനോ. എത്ര മധുരമവൻ നാമമെനിക്കു പാർത്താൽ, ഓർത്തു വരുന്തോറുമേ
ആർത്തി മാഞ്ഞു പോകുന്നു. ഓർത്തു വരും തോറുമേ നാർത്തി മാഞ്ഞു പോകുന്നു. ദുഃഖം ദാരിദ്ര്യമെന്നേ വയ്ക്കുണ്ടോ ശക്തി എന്മേൽ. കൈക്കു പിടിച്ചു നടത്തിക്കൊണ്ടു പോകുന്നവർ. കൈക്കു പിടിച്ചു നടത്തിക്കൊണ്ടു പോകുന്നവർ. രോഗമെന്നെ പിടിച്ച് ദേഹം ക്ഷയിച്ചാലുമേ വേഗം വരുമെന്നത്. ദേഹം പുതുതാക്കിടാം വേഗം വരുമെന്നത്. ദേഹം പുതുതാക്കിടാം. പാദത്തിൽ വന്ന ശാപക്കറകൾ നീക്കി ശോഭിത നീതി വസ്ത്രം ആഭരണമായി നൽകൂ. ശോഭിത നീതി വസ്ത്രം ആഭരണമായി നൽകൂ. വമ്പിച്ച ലോകത്തീര കുംഭം തീരുവ മുൻപും പിൻപുമായവർ അൻപോടെന്നെ നടത്തൂ. മുൻപും പിൻപുമായവർ അൻപോടെന്നെ നടത്തൂ. ലോകമെനിക്കു വൈരി, ലോകമെന്നെ ത്യജിച്ച ശോകമെന്തെനിക്കതിൽ. ഏതും ഭയപ്പെടാ ഞാൻ ശോകമെന്തെനിക്കതിൽ. ഏതും ഭയപ്പെടാ ഞാൻ. വെക്കും തൻ മണവാട്ടി ആക്കിടുമെന്നെ എന്നോ. വാക്കുണ്ടെനിക്കു തന്റെ നീക്കമില്ലതിനൊട്ടോ. വാക്കുണ്ടെനിക്കു തന്റെ നീക്കമില്ലതെനിക്കു. യേശുവെന്നടിസ്ഥാന ആശയവനിലത്രേ. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനോ. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. താങ്ക് യു ചെറിയ മംഗൾ ആൻഡ് സാലി ആൻഡ്. ഇപ്പോൾ ബിജു ഉമ്മൻ will lead us in Psalm reading, Psalm 12. കേൾക്കാം ബിജു. യെസ്. Psalm 12. Help us, Lord. There is not a good man left. Honest men can no longer be found. All of them lie to one another. They deceive each other with flattery. Silence those flattering tongues, O Lord. Close those boastful mouths that say, with our words we get what we want. We will say what we wish, and no one can stop us. But now I will come, says the Lord, because the needy are oppressed and the persecuted groan in pain. I will give them the security they long for. The promises of the Lord can be trusted. They are as genuine as silver, refined 7 times in the furnace. Wicked men are everywhere, and everyone praises what is evil. Keep us always safe, O Lord, and preserve us from such people. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദ്യമെങ്കിലും ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മെ തന്നെ ദൈവ സന്നിധിയിൽ ഏകാഗ്രമാക്കാം. നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും
ഹൃദയങ്ങളെയും മനസ്സുകളെയും ദൈവസന്നിധിയിൽ നമുക്ക് ഏകാഗ്രമാക്കാം. എല്ലാ ആഴ്ചയിലും നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടി വരുന്നത് പോലെ ഇന്നും നമുക്ക് ഒരുമിച്ച് വിശ്വാസത്തോടുകൂടെ ദൈവസന്നിധിയിൽ ആയിരിക്കാൻ ഇടയായതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. 12-ാം സങ്കീർത്തനം നമുക്ക് ദൈവം നൽകി. അവിടെ അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ ഇപ്പോൾ എഴുന്നേൽക്കും, രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും. യഹോവേ, നീ അവരെ കാത്തുകൊള്ളും, ഈ തലമുറയിൽ നിന്ന് നീ അവരെ എന്നും സൂക്ഷിക്കും. അതിൻ്റെ 7-ാമത്തെ വാക്യം. ഒരുപാട് അനീതികളും അധർമ്മങ്ങളും നിറഞ്ഞ ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് ദാവീദ് അവിടെ പറയുന്നത്. മനുഷ്യൻ വാക്കുകൊണ്ട് കപടം പറയുന്നു, ജീവിതത്തിൽ കപടം ചെയ്യുന്നു, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നു, മറ്റുള്ളവരെയൊക്കെ പീഡിപ്പിക്കുന്നു. അത്തരത്തിൽ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത്തരത്തിൽ പീഡിപ്പിക്കപ്പെടുന്നവരെ, അത്തരത്തിൽ ഉപദ്രവിക്കപ്പെടുന്നവരെ, അത്തരത്തിൽ കഷ്ടത അനുഭവിക്കുന്നവരെ പരിപാലിക്കുവാനായി, അവരെ കാക്കുവാനായി, അവരെ സംരക്ഷിക്കാനായി, അവരെ വിടുവിക്കുവാനായിട്ട്, അവരുടെ ജീവിതത്തിൽ വീണ്ടെടുപ്പും വിമോചനവും നൽകുവാനായിട്ട് എഴുന്നേൽക്കുന്ന കടന്നു വരുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ്. സോ ദാറ്റ് നൗ ഐ വിൽ കം. ദൈവം പറയുകയാണ്, നൗ ഐ വിൽ കം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. ഞങ്ങൾ ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ ഒരുപാട് കഷ്ടതകളും വേദനകളും പ്രയാസങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു സാഹചര്യത്തിലാണ്. കർത്താവേ, പലപ്പോഴും ഞങ്ങൾക്ക് ദാരിദ്ര്യമില്ല എങ്കിലും, ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളില്ലെങ്കിലും പലതരത്തിൽ ഞങ്ങൾ സങ്കടപ്പെടുന്നവരാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരോട് പ്രകടിപ്പിക്കാനാകാത്ത സങ്കടങ്ങളും വേദനകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. പലപ്പോഴും മറ്റുള്ളവരോട് നമ്മളത് പ്രകടിപ്പിക്കുമ്പോൾ, അത് പങ്കുവയ്ക്കുമ്പോൾ, അത് നമ്മളുടെ വേദന അതിൻ്റെ ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഗൗരവതരമായ ചില കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുമ്പോൾ പലപ്പോഴും അതൊക്കെ അത് നമുക്കെതിരെ പരിഹാസത്തിനും നമ്മളെ കുറ്റപ്പെടുത്താനും നമ്മളെ ന്യായം വിധിക്കാനും ഒക്കെ പലപ്പോഴും വിനിയോഗിക്കാറുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരുപാട് സങ്കടം, നമ്മൾ അനുഭവിക്കുന്ന സങ്കടങ്ങളെക്കാളൊക്കെ വലിയ സങ്കടം മറ്റുള്ളവർ നമ്മളെ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നതാണ്. നമ്മുടെ സങ്കടങ്ങളിൽ നമ്മളെ മറ്റുള്ളവർ കുറ്റം വിധിക്കുന്നതാണ്, മറ്റുള്ളവർ നമ്മളെ ന്യായം വിധിക്കുന്നതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ആയിരിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ നമ്മളോട് പറയുന്നത്, ഐ വിൽ കം, ഞാൻ എഴുന്നേൽക്കും. അങ്ങനെയുള്ളവരുടെ സങ്കടങ്ങളെ വർദ്ധിക്കുന്ന സമയത്ത് ഞാൻ അവർക്ക് വേണ്ടി എഴുന്നേൽക്കും, ഞാൻ അവരെ വിടുവിക്കും, ഞാൻ അവരെ കാക്കും, ഞാൻ അവരെ പരിപാലിക്കും. എത്ര അനുഗ്രഹീതമായ വാഗ്ദത്തങ്ങളാണ്, എത്ര അനുഗ്രഹീതമായ വചനങ്ങളാണ്. മറ്റുള്ളവരൊക്കെ നമ്മളെ മനസ്സിലാക്കാൻ പരാജയപ്പെടുമ്പോൾ, നമ്മുടെ കൂടെയുള്ളവർ നമ്മളെ തിരിച്ചറിയാൻ പ്രയാസപ്പെടുമ്പോൾ, നമുക്ക് വേണ്ടി ഒരു ദൈവമുണ്ട്, നമ്മുടെ ചാരയുണ്ട്, നമ്മളോടൊപ്പമുണ്ട്, നമ്മളോട് കൂടെയുണ്ട് എന്നുള്ള വലിയ ഒരു ഉറപ്പ്, ഒരു വലിയ വാഗ്ദത്തം ദാവീദിന്റെ ഈ 12-ാം സങ്കീർത്തനത്തിലൂടെ ദൈവം നമുക്ക് തരികയാണ്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങുമ്പോൾ നമ്മളിൽ നിന്ന് അകലങ്ങളിൽ ഇരിക്കുന്ന, വിദൂരങ്ങളിൽ ഇരിക്കുന്ന ഒരു ദൈവത്തോടല്ലല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ആകാശങ്ങളിലൊന്നുമല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം നമ്മുടെ അടുത്താണ്, നമ്മളോടൊപ്പമാണ്. നമ്മൾ നിലവിളിക്കുമ്പോൾ, നമ്മൾ സങ്കടപ്പെടുമ്പോൾ, നമ്മൾ ഒന്ന് വിതുമ്പുമ്പോൾ അവൻ നമ്മോടൊപ്പമുണ്ട്. നമ്മളുടെ കണ്ണൊന്ന് നിറയുമ്പോൾ ദൈവം നമ്മോട് കൂടെയുണ്ട്. ആ വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആ ഒരു വലിയവനായ ദൈവത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ പകൽക്കാലം കർത്താവേ, ഞങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി വരണമേ. ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവേ, അവിടുത്തെ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. നീ ഞങ്ങളുടെ ഹൃദയങ്ങളോട് വാസ്തവമായിട്ട് ഇടപെടണമേ. പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കാത്തതൊക്കെ സംഭവിക്കുമ്പോൾ ഞങ്ങൾ വളരെ നെഗറ്റീവായിട്ട്, വളരെ ഡിസ്ട്രക്റ്റീവായിട്ട് ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഞങ്ങളെക്കുറിച്ച് തന്നെ, മറ്റുള്ളവരെ കുറിച്ച് തന്നെ പലപ്പോഴും ഞങ്ങൾ വളരെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട്. വല്ലാതെ കോപവും വല്ലാതെ ദേഷ്യവും വെറുപ്പും പിണക്കവും ഒക്കെ ഞങ്ങളോട് തന്നെ ഉണ്ടാകുന്നുണ്ട്, മറ്റുള്ളവരോടുണ്ടാകുന്നുണ്ട്. ഈ പകൽക്കാലം ദൈവമേ, അങ്ങനെയുള്ള വെറുപ്പിൻ്റെ ആത്മാവിനെ അവിടുന്ന് ശാസിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ അത് അങ്ങയോട് കൂടുതൽ അടുക്കാനും
വിശ്വാസത്തിൽ ഉറപ്പിക്കപ്പെടാനും കർത്താവെ അതിനെ അതിജീവിപ്പാനുള്ള വലിയ ആത്മീയമായ ഊർജം സമ്പാദിക്കാനും ഉള്ള ഒരു അവസരമാണെന്ന് മനസ്സിലാക്കി ഞങ്ങളെ തന്നെ ഒന്ന് തിരുത്തുവാൻ, ഞങ്ങളെ തന്നെ ഒന്ന് മനസാന്തരപ്പെടുത്തുവാൻ ഈ പകൽക്കാലം കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മളെ സമ്പൂർണ്ണമായിട്ട് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമ്മുടെ വലുതും ചെറുതുമായ ആവശ്യങ്ങളും നമ്മൾ പങ്കുവയ്ക്കുന്നതും പങ്കുവയ്ക്കാത്തതുമായിട്ടുള്ള ആവശ്യങ്ങളെല്ലാം നമുക്ക് ഓർത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ പകൽക്കാലം ഞാൻ ഞാൻ നേരിടുന്ന വിഷയത്തിൻ്റെ മേലും നീ പ്രവർത്തിക്കണമേ. ഞാൻ കർത്താവെ അതിനെ പരിഹരിക്കാൻ ശ്രമിക്കാറ്. ഞാൻ ഒരുപാട് പരിശ്രമിച്ചു, ഞങ്ങളൊക്കെ ഒരുപാട് പരിശ്രമിച്ചു, പലരും പരിശ്രമിച്ചു, പക്ഷെ പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. ഈ പകൽക്കാലം വിശ്വാസത്തോടുകൂടി അത് നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ചിന്താകുലങ്ങളും, ഞങ്ങളുടെ എല്ലാ ഭാരങ്ങളും, ഞങ്ങളുടെ എല്ലാ ആകുലതകളും, ഞങ്ങളുടെ എല്ലാ അല്ലലുകളും അലച്ചിലുകളും എല്ലാം ഞങ്ങൾ നിന്റെ സന്നിധിയിൽ വിശ്വാസത്തോടുകൂടെ സമർപ്പിക്കുന്നു. കർത്താവേ, ഈ പകൽക്കാലം നീ ഞങ്ങളോട് ഇടപെടണമേ, ഞങ്ങളോട് സംസാരിക്കണമേ, സംവേദിക്കണമേ എന്ന് നമുക്ക് മനഃപൂർവ്വമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കാരണം സങ്കീർത്തനക്കാരൻ പറയുന്നു, അവൻ നമുക്കായിട്ട് എഴുന്നേൽക്കും. He will come and he will redeem us. അവൻ നമ്മളെ വിടുവിക്കും. അവൻ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിടുതൽ നൽകും. അതുകൊണ്ട് വിടുതൽ നൽകുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമ്പൂർണ്ണമായിട്ട് ഭരമേൽപ്പിക്കാം. നമ്മുടെ ആവശ്യങ്ങളെല്ലാം നമുക്ക് ഏൽപ്പിക്കാം. പ്രത്യേകമായി നമ്മുടെ സഭയ്ക്ക് വേണ്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സഭയിലൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും സ്തോത്രം ചെയ്യാം. ദീർഘവർഷക്കാലം ഈ ദേശത്തൊരു സഭയായി നിലകൊള്ളുവാൻ ദൈവം നമ്മെ സഹായിച്ചു. നമ്മുടെ പൂർവികർ ഒരുപാട് പ്രാരാബ്ധങ്ങളുടെയും പരിമിതികളുടെയും ഒക്കെ മധ്യത്തിൽ ദൈവം നമ്മളെ മുൻപോട്ട് നയിച്ചു. പല സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വാടകയ്ക്കും മറ്റുള്ളവരുടെ ഔദാര്യത്തിലും ഒക്കെ നമ്മൾ ആരാധിച്ചു. എന്നാൽ മനോഹരമായൊരു ദേവാലയം ദൈവം നമുക്ക് നൽകി. അതിനോടനുബന്ധിച്ചുള്ള സാഹചര്യങ്ങളൊക്കെ ദൈവം നൽകി. അതിൻ്റെ ആ ദേവാലയത്തിൽ ഒരു നല്ല ദൈവജനത്തിൻ്റെ ഒരു കൂട്ടായ്മ, ഒരു ദൈവത്തിൻ്റെ ഒരു കുടുംബം, എ ഹൗസ് ഹോൾഡ് ഓഫ് ഗോഡ്. നമ്മുടെ സഭ അങ്ങനെ ആയിരിക്കാൻ കർത്താവ് സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമാണ് നമ്മുടെ പിതാവ്. നമുക്ക് മുകളിൽ ആരുമില്ല. ദൈവമല്ലാതെ നമുക്ക് മുകളിൽ ആരുമില്ല. ആരും ചർച്ച കമ്മിറ്റിയും ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടവരൊന്നും ആരും നമ്മളുടെ ആരുടെയും മുകളിൽ ഇരിക്കാനുള്ളവരല്ല. അച്ഛനും ഒന്നും നമ്മുടെ മുകളിൽ ഇരിക്കാനുള്ളവരല്ല. നമുക്ക് മുകളിൽ ദൈവമേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ നമ്മളെല്ലാവരും വിശ്വാസത്തിൽ ഐക്യപ്പെട്ട് വിശ്വാസത്തിൽ സമരായിട്ടുള്ള ഒരു നല്ല സഭയായി തുടരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയെ അനുഗ്രഹിക്കണമേ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയായി, ദൈവത്താൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടുമ്പോൾ തീർച്ചയായും നമ്മൾ മറ്റുള്ളവർക്ക് അനുഗ്രഹം. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചപ്പോൾ അബ്രഹാം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി. വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ പരിചയപ്പെടുന്നവരെയൊക്കെ ദൈവം അനുഗ്രഹിച്ചവരൊക്കെ മറ്റുള്ളവർക്ക് ചുറ്റുപാടുകൾക്ക് അനുഗ്രഹമായി തീർന്നവരാണ്. അതുകൊണ്ട് അങ്ങനെ അനുഗ്രഹമാകുന്ന ഒരു സഭയായി തീരാൻ കർത്താവ് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയുടെ ആത്മീയവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളെയും ദൈവ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ നാളുകളിലുള്ള നമ്മുടെ ആവശ്യങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ നടത്തിപ്പുകൾ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ എല്ലാ സംഘടനകളെയും നമുക്ക് ഓർക്കാം. നമ്മുടെ സൺഡേ സ്കൂളിന് വേണ്ടി പ്രാർത്ഥിക്കാം, യുവജന പ്രസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, യങ് കപ്പിൾസ് ഫെലോഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം, സ്ത്രീജന സഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ ചർച്ച് കമ്മിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഗായക സംഘത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ എല്ലാ സംഘടനകളെയും ഓർക്കാം. ഇതെല്ലാം ഒരു വലിയ ശുശ്രൂഷയാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആരുടെയും പേരിനും പ്രശസ്തിക്കും ആരുടെയും കഴിവുകളൊന്നും പ്രകടിപ്പിക്കാനൊന്നുമല്ല. ഇതൊരു ശുശ്രൂഷയാണ്. അത് സഭയ്ക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാനായിട്ട്, നടത്തുവാനായിട്ട് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ശുശ്രൂഷകളൊക്കെ ഈ സംഘടനകൾക്ക് നിർവഹിപ്പാൻ കർത്താവ് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് നമ്മുടെ സഭയിലെ എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ഓർക്കാം. സഭയിലെ എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ഓർക്കാം. ആ കുടുംബങ്ങളൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം അവരോട് കൂടെ ഇരിക്കണമേ എന്ന് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാനും പരസ്പരം ഓർക്കാനും പരസ്പരം കരുതാനുമാണല്ലോ സഭ. അതുകൊണ്ട് എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സഭയിൽ പ്രായമായിരിക്കുന്ന എല്ലാം നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപാട് പേരുണ്ട്, പേരുകളൊന്നും നമ്മൾ പറയുന്നില്ല. പലർക്കുമൊക്കെ സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കാനും ഭവനത്തിൻ്റെ ഉള്ളിൽ സഞ്ചരിക്കാനും പുറത്തു പോയി കാര്യങ്ങളൊക്കെ ചെയ്യാനും ദേവാലയത്തിൽ വരാനും ഒക്കെ ദൈവം കഴിവും ആരോഗ്യവും സാഹചര്യങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ട്. അങ്ങനെ ആ സാഹചര്യങ്ങളില്ലാത്ത പല പ്രിയപ്പെട്ടവരുമുണ്ട്. ഭവനത്തിൻ്റെ ഉള്ളിൽ മറ്റുള്ളവരുടെ കരുതലിൽ, കെയറിലൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ആക്സിഡൻ്റൊക്കെ വന്ന് ദീർഘനാളുകളായിട്ട്
ഭവനത്തിൻ്റെ ഉള്ളിൽ തന്നെ ആയി പോയിട്ടുള്ളവരുണ്ട്. അടുത്ത കാലത്ത് അങ്ങനെയുള്ള അവസ്ഥയിലായി പോയിട്ടുള്ളവരുണ്ട്. അങ്ങനെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർത്ത് പ്രത്യേകമായിട്ട് നമുക്ക് നമ്മുടെ മനസ്സിൽ അവരുടെ ഒക്കെ മുഖങ്ങളുണ്ട്, അവരുടെ പേരുകളുണ്ട്. അവരെല്ലാം നമുക്ക് ഒരു നിമിഷം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രായമായ എല്ലാ പ്രിയപ്പെട്ടവരെയും, പ്രത്യേകിച്ച് പ്രായത്തിൻ്റെതായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ബലഹീനതകളും ഒക്കെ അനുഭവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവസന്നിധിയിലേക്ക് നമുക്ക് പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, അവർക്ക് ബലം കൊടുക്കണമേ, അവർക്ക് ആശ്വാസം കൊടുക്കണമേ. പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ കരുതലിലും കെയറിലുമൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ പ്രത്യേകം ഓർക്കാം. മറ്റുള്ളവരുടെ കെയറിലൊക്കെ ആയിരിക്കുമ്പോൾ അവരെ കെയർ ചെയ്യുന്നവർ, അവരെ ശുശ്രൂഷിക്കുന്നവരൊക്കെ നല്ല മനസ്സോടെ, സ്നേഹത്തോടെ, അനുകമ്പയോടെ, ആർദ്രതയോടുകൂടെ ശുശ്രൂഷിപ്പാൻ അവരെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ചടങ്ങിന് വേണ്ടി ഒന്നും ചെയ്യാതെ ആർദ്രതയോടുകൂടി അവരെയൊക്കെ ശുശ്രൂഷിപ്പാൻ കർത്താവ് സഹായിക്കണമേ, ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് രോഗാവസ്ഥയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ആക്സിഡൻ്റൊക്കെ ആയിട്ട്, ബുദ്ധിമുട്ടിലൊക്കെ ആയി, ട്രീറ്റ്മെൻറ്റിലൊക്കെ ആയി, അതിനൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. പ്രത്യേകിച്ച് റോസമ്മാമയ്ക്ക് ദൈവം നൽകുന്ന വിടുതലിനായിട്ട് സ്തോത്രം ചെയ്യാം. PM ജോണിന് വേണ്ടി ദൈവം ആരോഗ്യവും സൗഖ്യവും നൽകിക്കൊണ്ടിരിക്കുന്നു. ദേവാലയത്തിലൊക്കെ ആ നാളുകളിലൊക്കെ വരാനായിട്ട് ദൈവം സഹായിക്കുന്നു. പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. ചാക്കോ ജോർജ് അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ചെറിയാനങ്കിളിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രയാസത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പനിയുടെ പ്രയാസത്താൽ ഭാരപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് വൈറൽ ഫീവർ, ചിക്കൻ ഗുനിയ, അങ്ങനെ ഡെങ്കു പോലെയുള്ള പ്രയാസത്താൽ പലരുമുണ്ട്. നമ്മുടെ സഭയിലെ സെക്യൂരിറ്റി ആയിരിക്കുന്ന സുരേഷിന് ഡെങ്കു ആയിട്ട് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് സുഖമില്ലാതിരിക്കുന്നു. അങ്ങനെയുള്ള എല്ലാ നമ്മുടെ പ്രിയപ്പെട്ടവരെയും പ്രത്യേകമായിട്ട് നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രത്യേകിച്ച് ക്യാൻസറിൻ്റെ പ്രയാസത്താൽ ഭാരപ്പെടുന്ന എല്ലാ നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. പലരും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ടൈമിലാണ്. ചിലരെങ്കിലുമൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവർ സർജറിക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുങ്ങുന്നുണ്ട്. അവരെല്ലാം നമുക്ക് ഓർക്കാം. കീമോയുടെ പീരീഡ് കഴിയുന്നവരുണ്ട്. അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റാണ് പലപ്പോഴും. പല അസുഖത്തേക്കാൾ വേദനാജനകമാണ് അതിൻ്റെ ചികിത്സ കാലഘട്ടം. അവരെയൊക്കെ നമുക്ക് ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം അവർക്കൊക്കെ അത്ഭുതകരമായിട്ടുള്ള വിടുതൽ നൽകേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. അത് ചെറിയവനെന്നോ വലിയവനെന്നോ സ്റ്റാറ്റസോ ഒന്നും നോക്കുന്നില്ല. നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ദൈവം പ്രിയപ്പെട്ടവർക്ക് പരിപൂർണമായ സൗഖ്യവും ആശ്വാസവും നൽകേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് പീരീഡ് കഴിഞ്ഞ് സർവൈവൽ ടൈമിലായിരിക്കുന്നവർ, ആരോഗ്യത്തിലേക്ക് നോർമൽസിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നവരെ ഒക്കെ നമുക്ക് ഓർക്കാം. പുതിയ ജീവിത സാഹചര്യങ്ങളൊക്കെ അതിനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ മുൻപോട്ട് പോകുവാൻ കർത്താവ് അവരെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ രോഗികളായിരിക്കുന്ന എല്ലാ നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. പ്രായത്തിൻ്റെ ക്ഷീണവും രോഗാവസ്ഥയും ബലഹീനതകളും ഒക്കെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആക്സിഡൻ്റ്, മറ്റു ബുദ്ധിമുട്ടുകളാലൊക്കെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെല്ലാവരെയും നമുക്ക് ഓർക്കാം. ദൈവം അവർക്കൊക്കെ വിടുതലും സൗഖ്യവും നൽകണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹമാണ്. അവരെയൊക്കെ നന്നായിട്ട് പരിപാലിക്കാൻ, നന്നായിട്ട് പുലർത്തുവാൻ, പരിപോഷിപ്പിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കണമേ എന്ന് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ദൈവത്തെ അറിഞ്ഞ് ദൈവഭയമുള്ളവരായി, ദൈവഭക്തി ഉള്ളവരായി, സഭയോട് ചേർന്ന് വിശ്വാസത്തിൻ്റെ വഴിയിൽ വളർന്നു വരുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പഠിക്കാനുള്ള ബുദ്ധിയും ശക്തിയും ഒക്കെ അവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലും പൊതുമണ്ഡലത്തിലുമൊക്കെ പോകുമ്പോൾ നന്നായിട്ടൊക്കെ ബിഹേവ് ചെയ്യുവാനായിട്ട്, മറ്റുള്ളവരെ ഒക്കെ സ്നേഹിച്ച് കരുതി നല്ല കുഞ്ഞുങ്ങളായിട്ടൊക്കെ തീരുവാൻ, മദ്യത്തിനും മയക്കുമരുന്നിനും അങ്ങനെയുള്ള സ്വാധീനങ്ങൾക്കും ഒന്നും വഴിപ്പെട്ടു പോകാതെ, കീഴ്പ്പെട്ടു പോകാതെ കുഞ്ഞുങ്ങളെ ഒക്കെ കർത്താവ് കാക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന സ്കൂളുകളിൽ പഠിക്കുന്നവർ, പ്രത്യേകിച്ച് 10th, 10th, 12th ഒക്കെ പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരെ പ്രത്യേകം ഓർക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഡിഗ്രി തലത്തിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് ഡിഗ്രി വിദ്യാഭ്യാസം ആരംഭിച്ചവർ, PG വിദ്യാഭ്യാസം ചെയ്യുന്നവർ, അതുപോലെ തന്നെ ജോലിക്ക് വേണ്ടി, പഠനം കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾ, ജോലിയിൽ പ്രവേശിച്ചവർ, മറ്റ് നഗരങ്ങളിൽ, പട്ടണങ്ങളിൽ പഠിക്കുന്നവർ, വിദേശങ്ങളിൽ പഠിക്കുന്നവർ, അവരെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എവിടെ ആയിരുന്നാലും, ഏത് സാഹചര്യത്തിലായിരുന്നാലും നല്ല കുഞ്ഞുങ്ങളായി, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായിരിക്കാൻ കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് ഓർത്ത് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
അവരെല്ലാം കർത്താവിൻ്റെ കൃപയിലേക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ യങ് കപ്പിൾസിനെ ഒക്കെ നമുക്ക് ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. ജോലി ചെയ്യുന്നവരുണ്ട്, ഹസ്ബൻഡും വൈഫും ജോലി ചെയ്യുന്നവരുണ്ട്. കുഞ്ഞുങ്ങളെ അതിൻ്റെയൊക്കെ ഇടയിൽ കുഞ്ഞുങ്ങളെയൊക്കെ പുലർത്തുവാൻ അവരെ സഹായിക്കണമേ. അവരുടെ ജീവിതത്തെയൊക്കെ നന്നായി നയിക്കുവാൻ അവരെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ജോലി ചെയ്യുന്ന എല്ലാ നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ജോലിയിടങ്ങൾ, നമ്മുടെ ബിസിനസ് കാര്യങ്ങൾ, നമ്മുടെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ സ്വന്തമായിട്ട് ആരംഭിച്ചിരിക്കുന്ന ബിസിനസ്സുകളെല്ലാം അവിടെയെല്ലാം ദൈവത്തിൻ്റെ വലിയ നടത്തിപ്പ് ഉണ്ടാകേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെയെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. ജോലി സ്ഥലങ്ങളിലൊക്കെ പ്രയാസം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ട്രാൻസ്ഫറിന് വേണ്ടി, അതുപോലെ തന്നെ പ്രമോഷനുകൾക്ക് വേണ്ടിയിട്ടൊക്കെ ലഭിക്കേണ്ടവരുണ്ട്. അവരെയൊക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കണമേ, അവരുടെ ആവശ്യങ്ങളിലൊക്കെ കൂടെ ഇരിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വിവാഹപ്രായമെത്തിയ കുഞ്ഞുങ്ങളെ നമുക്ക് ഓർക്കാം. നമ്മുടെ സഭയിൽ അനേക കുഞ്ഞുങ്ങളുണ്ട്, അവരെ നമുക്ക് പ്രത്യേകം ഓർക്കാം. തക്കതായ ജീവിത പങ്കാളികളെ ദൈവം ഒരുക്കി കൊടുക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. ഭൗതികമായിട്ടൊന്നും നോക്കി കാൽക്കുലേറ്റ് ചെയ്ത് ജീവിക്കുന്നവരായിട്ടല്ല, മറിച്ച് കുടുംബ ജീവിതം ദൈവത്തിൻ്റെ ഒരു വലിയ നന്മയാണെന്ന് മനസ്സിലാക്കി ഭൗതികതയേക്കാൾ ഉപരി, സാമ്പത്തികത്തെക്കാൾ, സ്റ്റാറ്റസിനേക്കാൾ, ഫാമിലിയേക്കാൾ ഒക്കെ ഉപരിയായിട്ട് ജീവിതത്തിലൊരു പങ്കാളി ഉണ്ടാകും. ഒരുമിച്ച് ജീവിതം പങ്കുവയ്ക്കുവാനായിട്ട് ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ അവരെ സഹായിക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വിവാഹത്തിനായിട്ടൊക്കെ ഒരുങ്ങുന്ന പല കുഞ്ഞുങ്ങളും ഉണ്ട്. അവരെയൊക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രപ്പോസൽ പീരീഡിലായിരിക്കുന്നവർ, അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. അവരുടെ വിവാഹമൊക്കെ നന്നായിട്ട് കൃത്യസമയത്ത് നടത്തുവാനായിട്ട് സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞിട്ട് തലമുറകൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന കുടുംബങ്ങളെ പ്രത്യേകം ഓർക്കാം. പ്രത്യേക കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന പ്രിയ കുടുംബങ്ങളെ നമുക്ക് ഓർക്കാം. അവർക്ക് തലമുറകളെ ഒക്കെ ദൈവം നൽകി അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് വിവാഹം കഴിഞ്ഞ ദീർഘവർഷങ്ങളായിട്ടും തലമുറകൾ ലഭിക്കാതെയുള്ള കുഞ്ഞുങ്ങളുണ്ട്. അവരെയൊക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമുക്ക് അവരെയൊക്കെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ ദൈവം അവർക്ക് നല്ല തലമുറകളെ നൽകേണ്ടതിനായിട്ടൊക്കെ നമുക്ക് നമ്മുടെ സഭയിൽ ക്യാരിയിങ് ആയിട്ടുള്ള പലരുമുണ്ട്. അവരെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. കുറേ അധികം പേര് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട്, അവരെ നമുക്ക് ഓർക്കാം. അവർക്ക് വേണ്ട ആരോഗ്യവും ബലവും നൽകേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നല്ല ഡെലിവറിയൊക്കെ ഉണ്ടാകേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ ലഭിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവരെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ സഭയിൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ള പ്രിയ കുഞ്ഞുങ്ങളെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ പലപ്പോഴും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും, ഒറ്റപ്പെടലൊക്കെ ഉണ്ടാകുമ്പോൾ അവർ നിരാശപ്പെട്ടു പോകാതെ, അവർ തളർന്നു പോകാതെ, അവർ ജീവിതത്തെ മുൻപോട്ട് നയിക്കാൻ അവരെ സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പോലെയല്ല. നമ്മുടെ കാൽക്കുലേഷൻസ് ഒക്കെ ചിലപ്പോൾ തെറ്റാം. എന്നാൽ ദൈവത്തിന് നമ്മളെക്കുറിച്ചൊക്കെ ഒരു വലിയ ഉദ്ദേശമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ജീവിതത്തിൻ്റെ കയ്പിൽ തുടർന്നു പോകാതെ ജീവിതത്തെ മുൻപോട്ട് നയിക്കാനായിട്ട്, തുടർന്നും ജീവിതത്തെ മുൻപോട്ട് നയിച്ചുകൊണ്ട് പോകുവാനായിട്ട് ആ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. അവർക്കൊക്കെ കുടുംബങ്ങളോ കൂട്ടാളികളോ ഒക്കെ ഉണ്ടായി അനുഗ്രഹിക്കപ്പെട്ട ജീവിതം മുൻപോട്ട് നയിപ്പാൻ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് നമ്മുടെ ഈ നാളുകളിൽ നമ്മുടെ സഭയുടെ എല്ലാ ശുശ്രൂഷകളെയും ഒക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആവശ്യത്തിലും ഭാരത്തിലുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ഭക്ഷണമില്ലാതെ, പാർപ്പിടമില്ലാതെ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ മാർഗമില്ലാതെ, പഠിക്കാനുള്ള അവസരങ്ങളില്ലാതെ ഭാരപ്പെടുന്ന അനേകരുണ്ട്. പ്രത്യേകിച്ച് മണിപ്പൂരിലെ പ്രദേശത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങളൊക്കെ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം, ഇസ്രായേൽ പലസ്തീൻ കോൺഫ്ലിക്റ്റിനെ ഓർക്കാം. അവിടെയുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ കെടുതികൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ പലയിടങ്ങളിലൊക്കെ പല പ്രതിസന്ധികളുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നു. അവരെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിലേക്ക് സമ്പൂർണ്ണമായിട്ട് ഭരമേൽപ്പിക്കാം. നമ്മുടെ ആവശ്യങ്ങളെ ഒക്കെ ഭരമേൽപ്പിക്കാം. സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. CSI സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് എല്ലാ മിഷണറി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. മിഷണറിമാർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. അവരെല്ലാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവ ശുശ്രൂഷയിൽ കർത്താവെ നിറപടിയായിട്ട് ബലപ്പെടുവാൻ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ തന്നെ ഒരിക്കൽ കൂടെ നമുക്ക് സമ്പൂർണ്ണമായിട്ട് ഭരമേൽപ്പിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന, പല സ്ഥലങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. അവരുടെ എല്ലാ ശുശ്രൂഷകളെയും ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവരായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം കുടുംബങ്ങളായി, വ്യക്തികളായിട്ട് അവരെ കാക്കണമേ എന്ന് നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ഒരു നിമിഷം നമ്മളെ തന്നെ ദൈവസന്നിധിയിലേക്ക് സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. കർത്താവേ, നീ വരണമേ,
നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. നീ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുന്നേൽക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളിൽ, ഞങ്ങളുടെ ഭാരങ്ങളിൽ, ഞങ്ങളുടെ പ്രയാസങ്ങളിൽ കർത്താവേ നീ ഞങ്ങളോട് ഇടപെടണമേ. നീ ഞങ്ങളോട് സംവദിക്കണമേ. നീ ഞങ്ങളോട് സംസാരിക്കണമേ. തളർന്നു പോകാതെ, നിരാശരായി പോകാതെ, തകർന്നു പോകാതെ കർത്താവെ നിന്നിൽ ബലപ്പെട്ട് മുൻപോട്ട് നീങ്ങുവാൻ പിതാവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് വാസ്തവമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ സമ്പൂർണ്ണമായി ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അല്പസമയം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമുക്കെല്ലാവർക്കും വേണ്ടി രശ്മി ആഷ്ലി പ്രാർത്ഥിക്കും. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ കർത്താവേ, എൻ യാചന നൽകണമേ. പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ ഉത്തരം തന്നരുളാമെന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവാൻ എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവാൻ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ കർത്താവേ, എൻ യാചന നൽകണമേ. സ്തോത്രം കർത്താവേ, നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ദൈവമേ. ഇന്നിവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടി വരുവാൻ തക്കവണ്ണം നീ തന്ന നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ദൈവമേ. ഇവിടെ ഞങ്ങൾ കൂടി വന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ. പല ഭാരങ്ങളാൽ പ്രയാസങ്ങളാൽ ഇരിക്കുന്നവരുണ്ടെങ്കിൽ ദൈവമേ അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ചിന്താകുലകളും വിഷമങ്ങളും നിന്റെ കയ്യിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട, എല്ലാത്തിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ സകല ആവശ്യങ്ങളും സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടതെന്ന് അരുളി ചെയ്ത ദൈവമേ. ഞങ്ങളുടെ എല്ലാം ആവശ്യങ്ങളും നിന്റെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ സമാധാനവും സന്തോഷവും എല്ലാവർക്കും ദാനമായി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, ഇന്ന് വരാൻ സാധിക്കാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ. അവരായിരിക്കുന്ന സ്ഥാനത്തിൽ അവരെ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഞങ്ങളുടെ പള്ളിയിലുള്ള ഓരോ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രായമായിട്ടുള്ള എല്ലാ അപ്പച്ചനും അമ്മച്ചന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. പള്ളിയിൽ വരാൻ സാധിക്കാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ. അവരോരോരുത്തരെയും ദൈവമേ കരം പിടിച്ച് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. രോഗികളായിട്ടിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ക്യാൻസർ ആയിട്ട് വിഷമിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പല രോഗത്താൽ വിഷമിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹാർട്ട് പ്രോബ്ലംസ്, ലങ് പ്രോബ്ലംസ്, കിഡ്നി പ്രോബ്ലംസ്, ഡയാലിസിസ് ചെയ്യുന്നവർ, പാരാലിസിസ് ആയിട്ടുള്ളവര്, അങ്ങനെ പനി ചുമയായിട്ട് വിഷമിക്കുന്നവര്, ഡെങ്കു ഫീവർ ആയിട്ട് വിഷമിക്കുന്നവര്, അങ്ങനെ പല രോഗത്താൽ ഡിപ്രഷനിൽ ആയിട്ട് വിഷമിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിട്ടുള്ള എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓപ്പറേഷൻസിന് വേണ്ടി തയ്യാറെടുക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം ശുശ്രൂഷിക്കുന്ന ഡോക്ടേഴ്സിനെ, നഴ്സുമാരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ദൈവമേ നീ അവരെ പൂർണ്ണ സൗഖ്യ ആശ്വാസവും വിടുതലും കൊടുത്ത് അവരെ ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. സ്വർഗീയ സമാധാനവും സന്തോഷവും അവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ പള്ളിയിലുള്ള ഓരോ മിനിസ്ട്രീസ് ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇത്രയും നല്ലൊരു പള്ളി ഞങ്ങൾക്ക് ആരാധിക്കുവാൻ തന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങളുടെ ഓരോ മിനിസ്ട്രീസ് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ കൊയറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ. പഠിപ്പിക്കുന്ന അങ്കിൾ സ്റ്റീഫൻ കോശി അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നേതൃത്വം നൽകുന്ന ചെറിയ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങള് കരോൾ സർവീസിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ദൈവമേ ഏറ്റവും മനോഹരമായിട്ട് പാടുവാനും നിന്നെ സ്തുതിക്കുവാനും ദൈവനാമം മഹത്വപ്പെടുവാനും എല്ലാം തക്കവണ്ണം ദൈവമേ നീ കൃപ ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ സൺഡേ സ്കൂളിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ഓരോ കുഞ്ഞുങ്ങളും ഇപ്പൊ സ്കൂളിലൊക്കെ ആയിരിക്കുന്നല്ലോ കർത്താവേ. അവരുടെ പരീക്ഷകളൊക്കെ നടക്കുന്നല്ലോ കർത്താവേ. അവർക്ക് പഠിക്കുവാൻ ആവശ്യമായിട്ടുള്ള ബുദ്ധി, അറിവ്, ജ്ഞാനം, ഓർമ്മശക്തി എല്ലാ കൃപയും നൽകി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. അവർ മറ്റുള്ളവർക്ക് സമൂഹത്തിന് ഒരു അനുഗ്രഹമുള്ള മക്കളായി വളർന്നു വരുവാൻ തക്കവണ്ണം ദൈവമേ കൃപ ചെയ്യണമേ. പഠിപ്പിക്കുന്ന സൺഡേ സ്കൂൾ ടീച്ചേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ. അവരെ അനുഗ്രഹിക്കണമേ ദൈവമേ.
നല്ല പൈതങ്ങളായി വളർന്നു വരാൻ, ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയാകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ വുമൻസ് ഫെലോഷിപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വരാൻ പോകുന്ന റിട്രീറ്റ് ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവം. ഏറ്റവും നല്ല അനുഗ്രഹമുള്ള ഒരു റിട്രീറ്റ് ആകുവാൻ തക്കവണ്ണം നീ സഹായിക്കണമേ. അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻസിനെല്ലാം നിന്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഓരോ സ്ത്രീകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ. അവര് ചെയ്യുന്ന ഓരോ കാര്യത്തിലും നിന്റെ സാന്നിധ്യം അവരോട് കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കരുതുവാനും എല്ലാം തക്കവണ്ണമുള്ള എല്ലാ കൃപയും ധാരാളമായി അവർക്ക് നൽകി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബലപ്പെടുത്തണമേ. പൂർണ്ണ ആരോഗ്യവും ശക്തിയും ബലവും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ജോലിയിലായിരിക്കുന്ന എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഏറ്റവും നല്ലതായിട്ട് അവരുടെ ജോലികൾ ചെയ്യുവാൻ തക്കവണ്ണം നീ സഹായിക്കണമേ. സ്ട്രെസ് ഒന്നും ഇല്ലാതെ ദൈവമേ അവരെ നല്ലതായിട്ട് ചെയ്യുവാൻ തക്കവണ്ണം നീ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഞങ്ങളുടെ യൂത്ത് ഫെലോഷിപ്പ് ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഓരോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ. ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് നല്ല ജോലി കിട്ടുവാൻ തക്കവണ്ണം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കോളേജിൽ പഠിക്കുന്ന ഓരോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ. പഠിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കൃപയും നീ ധാരാളമായി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഈ ലോകത്ത് പല ഡിസ്ട്രാക്ഷൻസും പല അഡിക്ഷൻസും എല്ലാം ഉള്ള സമയത്ത് ദൈവമേ അതിലൊന്നും വീഴാതെ ദൈവമേ നിന്നെ കൂടെ ചേർത്ത് പിടിച്ച് ദൈവമേ മുമ്പോട്ട് കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരുവാൻ തക്കവണ്ണം ദൈവമേ നീ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യാശയുള്ളവരായി ജീവിപ്പാൻ തക്കവണ്ണം നീ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ യങ് കപ്പിൾസ് ഫെലോഷിപ്പിനോർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഓരോ കുടുംബങ്ങളെയും നീ ധാരാളമായി അനുഗ്രഹിക്കണമേ ദൈവമേ. അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കൃപയും ഉയർത്തി നൽകി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പല പ്രതിസന്ധികൾ ഉള്ളപ്പോൾ അവർ നേരിടുമ്പോൾ ദൈവമേ നിന്റെ സാന്നിധ്യം പ്രത്യാശ കൈവിടാതെ ദൈവമേ നിന്നോട് ചേർന്ന് ജീവിപ്പാൻ തക്കവണ്ണം നീ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ദാനമായി കൊടുത്തിരിക്കുന്ന ഓരോ താലന്തുകളും നിന്റെ നാമമഹത്വത്തിനായി ഉപയോഗിക്കുവാൻ തക്കവണ്ണം നീ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ഓരോ ദൈവമേ കല്യാണം ആലോചിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ. തക്കതായ തുണേനെ അവർക്ക് കണ്ടെത്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. കല്യാണം എല്ലാം വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ. നല്ല ഒരു കല്യാണം തക്ക സമയത്ത് നല്ലതായിട്ട് നടക്കുവാൻ തക്കവണ്ണം നീ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. അനുഗ്രഹമുള്ള ഒരു കുടുംബമായി അവർ വളർന്നു വരുവാൻ തക്കവണ്ണം ദൈവമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ. തക്ക സമയത്ത് സന്തോഷ വാർത്ത ഞങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കുവാൻ തക്കവണ്ണം നീ കൃപ ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ക്യാരിങ് ആയിട്ടുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ. നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് ദാനമായി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. അതിനാവശ്യമായിട്ടുള്ള എല്ലാ കൃപയും ദൈവമേ ഉയർത്തി നൽകി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ദൈവമേ ഞങ്ങളുടെ ഓരോ മിഷണറി പ്രവർത്തകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ. അവരുടെ പല പ്രതിസന്ധികൾ അവർ നേരിടുമ്പോൾ ദൈവമേ നിനക്ക് സാക്ഷികളായി അവരുടെ കുടുംബമായി അവര് നിനക്ക് നിൽക്കുവാൻ തക്കവണ്ണം ദൈവമേ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരെ ദൈവമേ അവരുടെ അനുഗ്രഹമായി ആകുവാൻ തക്കവണ്ണം നീ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അച്ഛനെയും കൊച്ചമ്മയും മക്കളെയും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇത്രത്തോളം അവരെ ഒരു വഴി നടത്തിയ വൻ കൃപയ്ക്കായിട്ട് സ്തോത്രം ദൈവമേ. തുടർന്നും മറ്റുള്ളവർക്ക് ഒരു സാക്ഷികളായി അനുഗ്രഹമായി ജീവിപ്പാൻ തക്കവണ്ണം അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഈ മലിനമായ ലോകത്ത് ദൈവമേ പ്രത്യാശയോടെയും സന്തോഷത്തോടെയും തമ്മിൽ സ്നേഹിക്കുവാനും കരുതുവാനും എല്ലാം തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ബിഷപ്പുമാരെയും എല്ലാ രാജ്യത്തിന് നേതൃത്വം കൊടുക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവര് നീതിയോടും ന്യായത്തോടും ദൈവമേ അവരുടെ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ദൈവമേ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടിയും ബന്ധുമിത്രാദികൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു ദൈവമേ. സ്വദേശത്തും വിദേശത്തുമായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ദൈവമേ വിദേശത്ത് പഠിക്കുവാനും ജോലിക്ക് ആയിട്ടും പോയിട്ടുള്ളവർ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ. ദൈവമേ വിദേശത്ത് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഓരോ എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടി പഠിക്കുന്ന ഓരോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 10th ഉം 12th വേണ്ടി ആയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരെല്ലാം ദൈവമേ ഏറ്റവും നല്ലതായിട്ട് പഠിക്കുവാൻ തക്കവണ്ണം ദൈവമേ നീ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ.
ഈ നല്ല സമയം ഞങ്ങൾക്ക് തന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങൾക്ക് വരാൻ പോകുന്ന BBSനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഏറ്റവും മനോഹരമായിട്ട് അത് നടക്കുവാനും ധാരാളം കുഞ്ഞുങ്ങൾ അതിൽ വരുവാനും ദൈവമേ, പാട്ടിലൂടെയും കഥകളിലൂടെയും കളികളിലൂടെയും കൂടുതലായി നിന്നോട് ചേർന്ന് നിന്നെ മനസ്സിലാക്കുവാനും നിന്നെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാനും അത് ഒരിക്കലും അവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകാതിരിക്കുവാനും എല്ലാം തക്കവണ്ണം ദൈവമേ നീ കൃപ ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിപ്പോൾ വചനം കേൾക്കാൻ പോകുമ്പോൾ ദൈവമേ, ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തിൽ അത് സംഗ്രഹിക്കുവാനും ദൈവമേ കൂടുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ അതിനെ കൂടുതലായി രൂപാന്തരപ്പെടുത്തുവാനും നീ ആഗ്രഹിക്കുന്ന രീതിയിൽ ഞങ്ങൾ ജീവിക്കാനും തക്കവണ്ണം നീ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. എല്ലാ യേശു ക്രിസ്തു നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ, പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. അടിപ്പിണറിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ. അടിപ്പിണറിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ. പകരം എന്തു നൽകും ഞാനിനി, എന്നാരോഗ്യം നൽകുന്നു നാഥനായി. പകരം എന്തു നൽകും ഞാനിനി, എന്നാരോഗ്യം നൽകുന്നു നാഥനായി. മൊഴിയിൽ കേട്ടു രക്ഷയിൻ ശബ്ദത്തെ, വിടുതൽ നൽകും നിൻ ഇമ്പവചനത്തെ. മൊഴിയിൽ കേട്ടു രക്ഷയിൻ ശബ്ദത്തെ, വിടുതൽ നൽകും ഇമ്പവചനത്തെ. പകരം എന്തു നൽകും ഞാനിനി, ദേശത്തെങ്ങും പോകും സുവിശേഷവുമായി. പകരം എന്തു നൽകും ഞാനിനി, ദേശത്തെങ്ങും പോകും സുവിശേഷവുമായി. സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരവിരുത്, അത്ഭുതമാം നിൻ ജ്ഞാനത്തിൻ പൂർണ്ണതയും. സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരവിരുത്, അത്ഭുതമാം നിൻ ജ്ഞാനത്തിൻ പൂർണ്ണതയും. പകരം എന്തു നൽകും ഞാനിനി, നന്ദിയാലെന്നും വാഴ്ത്തിടും സൃഷ്ടാവേ. പകരം എന്തു നൽകും ഞാനിനി, നന്ദിയാലെന്നും വാഴ്ത്തിടും സൃഷ്ടാവേ. നിൻ ശരീരം തകർത്തു നീ ഞങ്ങൾക്കായി, ശുദ്ധരക്തം ചിന്തി നീ ഞങ്ങൾക്കായി. നിൻ ശരീരം തകർത്തു നീ ഞങ്ങൾക്കായി, ശുദ്ധരക്തം ചിന്തി നീ ഞങ്ങൾക്കായി. പകരം എന്തു നൽകും ഞാനിനി, അന്ത്യത്തോളം ഓർമ്മിക്കും യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി,
അന്ത്യത്തോളം ഓർമ്മിക്കും യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ പകൽക്കാലം ഒരിക്കൽ കൂടെ നിങ്ങളെല്ലാവരെയും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം നമ്മെ നടത്തിയ, നമ്മെ പരിപാലിച്ച ദൈവത്തിന് ഒരിക്കൽ കൂടെ ദൈവ സ്തോത്രം ചെയ്യുന്നു. ഇത്രയും പേർക്ക് ഒരുമിച്ച് കൂടുവാനായിട്ട് ദൈവം ഇടയാക്കിയല്ലോ. അതിനുള്ള ആരോഗ്യവും അവസരവും സാഹചര്യങ്ങളും മനസ്സും സമയവും ഒക്കെ ദൈവം തന്നു. ആ വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ വചനം ചിന്തിക്കാനും പഠിക്കാനും ധ്യാനിക്കാനും ഒക്കെ ഉള്ള സമയമാണല്ലോ ഇത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ ആരംഭ ചിന്തകളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചെയ്തത്. നമ്മൾ 17-ാം അധ്യായത്തിൽ നമ്മൾ ഏലിയാവിനെയാണ് കാണുന്നത്. വി സീ ദ പ്രോഫറ്റ് എലൈജ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ സ്ക്രിപ്ചർ. വിശുദ്ധ വേദപുസ്തകത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ ആദ്യമായി ഏലിയാവ് എന്ന ഒരു പ്രവാചകനെ കാണുകയാണ്. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത് ഓരോ പ്രവാചകനും സൃഷ്ടിക്കപ്പെടുകയാണ്, പ്രവേശിക്കുകയാണ്. പ്രോഫറ്റ് എൻറ്റേഴ്സ് ഇൻ സ്പെസിഫിക് കോണ്ടെക്സ്റ്റ്. നമ്മൾ വിശുദ്ധ വേദപുസ്തക ചരിത്രം പഠിക്കുമ്പോൾ ഓരോ പ്രവാചകന്മാരും ഓരോ പ്രത്യേകമായ ചരിത്ര സാഹചര്യത്തിലാണ് പ്രവേശിക്കുന്നത്. അവരെ ആ ഒരു സാഹചര്യത്തിൽ they become at certain moments in the history they become prophetical. അവര് പ്രവാചകരായി തീരുകയാണ്. കാരണം സാഹചര്യങ്ങളാണ് പ്രവാചകരെ സൃഷ്ടിക്കുന്നത്. സാഹചര്യങ്ങളാണ് നമ്മളെയൊക്കെ പ്രവാചകരാക്കുന്നത്. നമ്മളൊന്നും ആജീവനാന്ത പ്രവാചകരൊന്നുമല്ല. നമ്മളൊന്നും പ്രവാചകന്മാരായിട്ട് ജനിച്ചിട്ടുണ്ട്. നമ്മളൊന്നും ഹെറിഡിറ്ററിലി നമ്മളൊന്നും പ്രോഫറ്റ്സ് അല്ല. വിശുദ്ധ വേദപുസ്തകത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ അങ്ങനെയാണ്. അങ്ങനെ ദർ ഈസ് നോ കോൺസെപ്റ്റ് ഓഫ് ഹെറിഡിറ്ററി പ്രോഫസി. അങ്ങനെ പാരമ്പര്യമായി പ്രവാചകന്മാരായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മളെന്താ നേരെ മറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചപ്പോൾ പറഞ്ഞു, when we see the history of royal hereditary, നമ്മൾ ഈ രാജാക്കന്മാരുടെ പാരമ്പര്യം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിങ്ങനെ പാരമ്പര്യമായിട്ട് പകർന്നു വരികയാണ്. ആഹാബിന്റെ അപ്പൻ രാജാവായിരുന്നു, ആഹാബ് രാജാവായി. ആഹാബ് കഴിയുമ്പോൾ ആഹാബിന്റെ മകനോ ആഹാബുമായി ബന്ധപ്പെട്ടവരോ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ പാരമ്പര്യമായിട്ട് രാജാക്കന്മാരായിട്ട് വരും. നമ്മൾ ഈ പാരമ്പര്യം എപ്പോഴും നല്ലതാ. See, traditions are legacies and hereditaries are always good until the point where we fulfill the will of God. ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ മനസ്സ് നമ്മൾ പൂർത്തീകരിക്കുന്നത് വരെ ഈ പാരമ്പര്യങ്ങളൊക്കെ നല്ലതാ. ഒരു സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ പാരമ്പര്യം മാത്രമേ ഉള്ളൂ, പക്ഷെ വിശ്വാസമില്ല, അതിൻ്റെ സംസ്കാരമില്ല. നമ്മൾ ഈ പ്രൗഢി പറയുന്ന പാരമ്പര്യത്തിൻ്റെ ഒരു നന്മയും ഒരു ക്രെഡിബിലിറ്റിയും ഒരു ക്രക്സും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഈ പാരമ്പര്യത്തെ നമുക്ക് അമിതമായിട്ട് ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇവിടെ ഈ പ്രവാചകന്റെ പാരമ്പര്യം നമ്മൾ പഠിക്കുമ്പോൾ അതൊരു ഹെറിഡിറ്ററി അല്ലത്. പ്രവാചകൻ എന്ന് പറയുന്നത് ഹെറിഡിറ്ററി പ്രൊഫസി അല്ല, മറിച്ച് ഒരു സാഹചര്യം വരുമ്പോൾ people become prophets, and because of their commitment to the will of God,
ദൈവത്തിൻ്റെ മനസ്സിനോടുള്ള അവരുടെ സമർപ്പണം കൊണ്ട്. കാരണം മറ്റുള്ളവർ മനസ്സിലാക്കുന്നതിനേക്കാൾ അധികമായി ദൈവത്തെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൊണ്ട്, ദൈവത്തിൻ്റെ സ്നേഹത്തെ, ദൈവത്തിൻ്റെ കൃപയെ അവർ ജീവിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് കൊണ്ട് കോൺസിക്വൻസസിനെ കുറിച്ച്, വരും വരായികകളെ കുറിച്ച്, അനന്തര ഫലങ്ങളെ കുറിച്ചൊന്നും ഒന്നും കരുതാതെ, അൺകൺസേൺഡ് ആയിട്ട്, അതിനെക്കുറിച്ചൊന്നും ഭയപ്പെടാതെ they become prophetical in their life. അവിടെ 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ നമ്മൾ ഏലിയാവിനെ കാണുന്നത് അങ്ങനെ. ആഹാബിന്റെ വാഴ്ച, ആഹാബിന്റെ ഭരണം അങ്ങനെ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ, അതിൻ്റെ ഉച്ചസ്ഥായിയിൽ അങ്ങനെ ആയിരിക്കുമ്പോൾ, ആഹാബ് ദൈവത്തിന് വിരുദ്ധമായി, ദൈവഹിതത്തിന് വിരുദ്ധമായി, തൻ്റെ ഇഷ്ടപ്രകാരം ഇതര ദൈവങ്ങളെയുമൊക്കെ ആരാധിച്ച് അവർക്ക് വേണ്ട ആരാധനാലയങ്ങളൊക്കെ തൻ്റെ ഇസ്രായേൽ രാജ്യത്ത് ഉണ്ടാക്കി അവിടെ ആരാധിച്ച് തെറ്റായ ബന്ധങ്ങളിലൊക്കെ ഇടപെട്ട് യെരോബാമിന്റെ പാപങ്ങൾ, അതായത് വിഗ്രഹാരാധനയൊക്കെ അങ്ങോട്ട് തുടങ്ങി. അങ്ങനെ സ്വയം ഒരു ദൈവമായി, സ്വയം പ്രബലനായിട്ടൊക്കെ അങ്ങനെ വാഴുന്ന ഒരു സമയത്ത്, when the regime of Ahab was its peak, ആ ഒരു സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ 17-ാം അധ്യായം നമ്മൾ വായിക്കുന്നു. 17-ാം അധ്യായത്തിൽ പറയുന്നു, എന്നാൽ ഗിലെയാദിലെ തിഷ്ബിയിൽ നിന്നുള്ള തിഷ്ബ്യനായ ഏലിയാവ് ആഹാബിനോട് ഇടപെടുന്നു. ഏലിയാവ് പെട്ടെന്ന് പറയുന്നു, ആഹാബേ, നിന്റെ ഈ ഭരണ സമ്പ്രദായം ശരിയല്ല. അപ്പോ പെട്ടെന്ന് നമുക്കറിയാം, ഈ ആഹാബിന്റെ ഭരണം അങ്ങോട്ട് കൊടുമ്പിരി കൊണ്ട് ഒരുപാട് വളർച്ചകൾ ഉണ്ടായി, ഒരുപാട് വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടായി. വളർച്ചകൾ ഉണ്ടായത് കൊണ്ടാണല്ലോ പൊളിച്ചു കളഞ്ഞ എരീഹോവും മതിൽ പണിയാനായിട്ട്. കാരണം പണം കൂടുമ്പോഴാണല്ലോ നമ്മൾ മതിൽ പണിയുന്നത്. കാശുള്ളവർ ആദ്യം മതിൽ പണിയത്തില്ല. നമുക്കറിയാം, കാശ് കയ്യിൽ കൂടുതലുള്ളവരാണ് ആദ്യം മതിൽ പണിയുന്നത്. നമുക്കറിയാം, നമ്മുടെയൊക്കെ നാട്ടിൽ സാധാരണക്കാരൊക്കെ ചെയ്യുന്നത് എങ്ങനെയെങ്കിലും ഒരു വീട് തട്ടിക്കൂട്ടാനായിട്ടാണ് നോക്കുന്നത്. ചിലരൊക്കെ ആണെങ്കിൽ പണം ഒരുപാടുള്ളവരൊക്കെ ഒരു സ്ഥലം വാങ്ങിച്ചാൽ, സ്ഥലമുള്ളവരൊക്കെ ആദ്യം അവരുടെ മതിലൊക്കെ കെട്ടി അവിടെ ഒരു ഗേറ്റ് ഒക്കെ ഇട്ട് അതിനെ ഭദ്രമാക്കും. അത് പണം അധികമുള്ളത് കൊണ്ടാണ്. ചിലരൊക്കെ ആണെങ്കിൽ വീട് പണിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ വീടിന്റെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടി, അതിന്റെ ഒരു ബ്യൂട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് അങ്ങനെ ചിത്രപ്പണികളൊക്കെ ഉള്ള വലിയ വലിയ മതിലുകളൊക്കെ നമ്മുടെ നാട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഓരോരോ മതിലുകളൊക്കെ കണ്ടാൽ, നമ്മൾ എരിഹോ മതിലിന്റെ മുകളിൽ രാഹാബ് താമസിച്ചു എന്ന് പറഞ്ഞ പോലെയാണ്, മതിലിന്റെ മണ്ടയ്ക്ക് തന്നെ വീട് പണിയാൻ ചിലരുടെ മതിലുകൾ തന്നെ വലിയ വീടുകളാണ്. കാരണം ഒരുപാട് പണം ഇങ്ങനെ കുമിഞ്ഞു കൂടുക. അപ്പോൾ അങ്ങനെ പണം അങ്ങനെ ഉണ്ടായപ്പോൾ, സമ്പത്ത് ധാരാളം വർദ്ധിച്ചപ്പോൾ, യഹോവയായ ദൈവം ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ചിരുന്നതിനെ ലംഘിക്കാൻ തയ്യാറാകും. നമുക്ക് സമ്പത്ത് വർദ്ധിക്കുമ്പോഴാണ്, നമുക്ക് സ്വാധീനം വർദ്ധിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കൽപ്പനകളെ ലംഘിക്കാനുള്ള ഒരു വലിയ ശക്തി, ഒരു വലിയ ഊർജം, നമുക്ക് എന്തും കാണിക്കാനുള്ള, എങ്ങനെയും ജീവിക്കാനുള്ള ഒരു വലിയ ആഗ്രഹം ഉണ്ടാകുന്നു. ആഹാബ് അതും ചെയ്തു എന്നാ പറയുന്നത്. നമ്മൾ ആ 16-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ പറയുന്നത് എരീഹോ മതിൽ പണിയാനായിട്ട്. നോക്കണം, എരീഹോ മതിൽ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം ഉണ്ടായിരുന്ന രണ്ടാമത്തെ വലിയ പ്രതിസന്ധി. ആദ്യത്തെ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ചെങ്കടലായിരുന്നു. ഈ ചെങ്കടൽ എങ്ങനെ കടക്കും? ഒരു വശത്ത് ഫറവോന്റെ സൈന്യം ആക്രമിക്കാൻ വരുന്നു, മറുവശത്ത് ചെങ്കടൽ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവർ എങ്ങനെ മുൻപോട്ട് പോകും എന്ന് കടലിനും ശത്രുവിനും മധ്യേ പിടിക്കപ്പെട്ട് നിൽക്കുമ്പോൾ നമുക്കറിയാം, ചെങ്കടലിന്റെ നടുവേ പിളർന്ന് ആ ഉണങ്ങിയ നിലത്തുകൂടി അവർ കരയ്ക്ക് കയറി 40 വർഷക്കാലം സഞ്ചരിച്ച് അവർ എരീഹോ, പിന്നെ അടുത്ത ചലഞ്ചായിരുന്നു എരീഹോ മതിലെന്ന് പറയുന്നത്. എരീഹോ മതില് അവര് യോർദാൻ നദി കടന്ന് എരീഹോ മതിലിന് അതും അവര് പൊളിക്കാതെ, ഒന്നും യുദ്ധം ചെയ്യാതെ 7 പ്രാവശ്യം ആ മതിലിന് ചുറ്റും നടന്ന ഒരു കാഹളം മുതിയപ്പോൾ, 7-ാം ദിവസം കാഹളം മുതിയപ്പോൾ യോശുവയുടെ നേതൃത്വത്തിൽ ആ മതില് വീണു. അവര് ആ എരീഹോ പട്ടണം കീഴടക്കി. അന്ന് ദൈവം പറഞ്ഞാൽ, നിങ്ങൾ ഒരിക്കലും ദൈവജനം മതില് പണിയാനായിട്ടുള്ള ജനമല്ല. നമ്മൾ മതിലുകളൊക്കെ നല്ലതാ, മതിലുകളൊക്കെ ഉള്ള വീട്ടിൽ താമസിക്കുന്നത് നല്ലതാ, മതിലും സെക്യൂരിറ്റിയും ഒക്കെ നമുക്ക്, ഗേറ്റിനകത്ത് നായ്ക്കളും ഒക്കെ നമുക്ക് നല്ലതാ. പക്ഷേ നമ്മളൊന്നും മതിലുകളുള്ള മനുഷ്യരാകരുത്, അല്ലെങ്കിൽ മനുഷ്യർ മതിലുകളായി മാറരുത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ മറ്റുള്ളവരിൽ നിന്ന് നമ്മളെ അകറ്റുന്ന, മറ്റുള്ളവരോട് ബന്ധപ്പെടാൻ നമുക്ക് തടസ്സമുണ്ടാക്കുന്ന മതിലുകളൊന്നും നമ്മുടെ ജീവിതത്തിന്റെ ഉള്ളിൽ നമ്മൾ കെട്ടിവെക്കരുത്. വി ആർ നോട്ട് ദ പീപ്പിൾ ഓഫ് ദ വേൾഡ്.
നമ്മൾ മതിലുകളുടെ ജനമല്ല, മറിച്ച് നമ്മൾ മതിലുകളൊക്കെ പൊടിച്ച് അതൊക്കെ ഇല്ലാതെ നമ്മൾ വേർപാടിൻ്റെ നടുച്ചുവരുകളെയൊക്കെ ഇടിച്ചു കളഞ്ഞ് ഇരുപക്ഷത്തെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിൽ ഒന്നാക്കി തീർത്തു എന്ന് പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ സഭയോട് പറഞ്ഞതുപോലെ അവരുടെ ഇടയിലും ഒരുപാട് വേർപാടിൻ്റെ നടുച്ചുവരുകളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ അതാണ്, ഞങ്ങൾ ഇതാണ്, നിങ്ങൾ അവിടെ, ഞങ്ങളിവിടെ, നിങ്ങൾ കോട്ടയംകാർ, ഞങ്ങൾ എറണാകുളംകാർ, ഞങ്ങൾ തിരുവനന്തപുരംകാർ, ഞങ്ങൾ പിന്നെ അവർ, ഞങ്ങൾ ഇവർ, ഞങ്ങൾ കിഴക്കര്, തെക്കര്, വടക്കര്, പടിഞ്ഞാറ്, ഒരുപാട് മതിലുകൾ, വേർതിരിവുകൾ, വേർപാടിൻ്റെ നടുച്ചുവരുകളൊക്കെ നമ്മളിങ്ങനെ നിർമ്മിച്ച് അതിൻ്റെ ഉള്ളിലൊക്കെ സുരക്ഷിതമായി ജീവിക്കുന്ന ഒരു സഭയായി, സമൂഹമായി, ദൈവജനമായി നമ്മൾ മാറുന്നു. വി ആർ നോട്ട് ദ പീപ്പിൾ ഓഫ് ദ വേൾഡ്. അതൊക്കെ പൊളിച്ചു കളഞ്ഞു. പക്ഷെ ഇവിടെ പറയുന്നു, ആഹാബിന്റെ കാലത്ത് പറയുന്നു, മതില് പണിയാൻ അവർ സന്നദ്ധമായി. മതില് പണിയുന്നവരെ അല്ല നമുക്ക് വേണ്ടത്, മറിച്ച് നമുക്ക് സമൂഹം പണിയുന്നവരെയാണ് അത് വേണ്ടത്. അതുകൊണ്ട് ഇവിടെ ഏലിയാവ് അതിന്റെ 17-ാം അധ്യായം തുടങ്ങുന്ന സമയത്ത് ഏലിയാവ് ഇടപെടുന്നു. അവിടെ നമുക്കറിയാം, ഈ അൾട്ടിമേറ്റ്ലി വാട്ട് ഈസ് ദ കൾമിനേഷൻ ഓഫ് ദ റെജീം ഓഫ് ആഹാബ്. ആഹാബിന്റെ ഭരണത്തിന്റെ ആത്യന്തികത എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ പലപ്പോഴും നമ്മൾ ഒരു കാര്യം ഓർക്കണം. ഇങ്ങനെ അമിതമായി നമ്മൾ ഇങ്ങനെ സമ്പത്ത് കൂടുന്നതിന്റെ സമയത്ത് അതിനൊരു ഓപ്പോസിറ്റ് ഉണ്ടാവും. നമ്മൾ ഈ ഒരു അധ്യായം വായിക്കുന്ന സമയത്ത് അവിടെ വരൾച്ചയെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. there is famine, അല്ലേ? അവിടെ വരൾച്ച ഉണ്ടാകുന്നു, അവിടെ സ്കാഴ്സിറ്റി, അവിടെ ക്ഷാമം ഉണ്ടാകുന്നു. സാറാഫാത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്താണ്? അവിടെ വരൾച്ച അങ്ങോട്ട് കൂടിയിട്ട് അവിടെ ക്ഷാമം വന്നിട്ട് അവർക്ക് ഭക്ഷണമില്ല. സാറാഫാത്തിലെ വിധവയും മകനും എന്താണ്, ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് മരിക്കാനിരിക്കുകയാണ്. അവിടെ മരണം ഇങ്ങനെ ശക്തമായി പ്രബലമായി കൊണ്ടിരിക്കുന്നു. പക്ഷെ അതുകൊണ്ട് ആ മരണത്തിൻ്റെയും വരൾച്ചയുടെയും ക്ഷാമത്തിൻ്റെയും ഒക്കെ മധ്യത്തിൽ ദൈവം ഒരാളെ പരിപാലിക്കുന്നതിന്, ദൈവം ഒരാളെ നടത്തുന്നതിൻ്റെ, ദൈവം ഒരാളെ മുൻപോട്ട് നയിക്കുന്നതിൻ്റെ ഒരു വിവരണമാണ് നമ്മൾ 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ വായിക്കുന്നത്. നമ്മൾ കാണേണ്ടത്, ഭൗതികമായ അസാധ്യതകളുടെ മധ്യത്തിൽ നമുക്കൊരു ദൈവികമായ സാധ്യതയെ കാണാനായിട്ട് സാധിക്കും. വി ക്യാൻ സീ എ ഡിവൈൻ പോസിബിലിറ്റി within the physical or material impossibilities. നമ്മുടെ ഭൗതികമായ അസാധ്യതകളുടെ മധ്യത്തിൽ മെറ്റീരിയൽ ഇംപോസിബിലിറ്റീസ് എന്താണ്? അവിടെ ഭൗതികമായിട്ടുള്ള അസാധ്യതകൾ എന്താണ്? അസുലഭതകൾ എന്താണ്? അവിടെ വരൾച്ചയുണ്ട്, അവിടെ ക്ഷാമമുണ്ട്, അവിടെ വെള്ളമില്ല, അവിടെ അങ്ങനെ തരത്തിൽ ഭക്ഷണമില്ല. അങ്ങനെയുള്ള ഒരുപാട് അസാധ്യതകളുടെ മധ്യത്തിൽ, ഒരുപാട് പരിമിതികളുടെ മധ്യത്തിൽ ദൈവം നമുക്കൊരു സാധ്യത ഒരുക്കുന്നുണ്ട്. എല്ലാ പരിമിതികളുടെ മധ്യത്തിലും, എല്ലാ അസാധ്യതകളുടെ മധ്യത്തിലും ഒരു സാധ്യതയുണ്ട് എന്നൊരു പോസിബിലിറ്റി ഉണ്ട് എന്ന് നമ്മൾ ഒരിക്കലും മറന്നുപോകുക. കാരണം ദൈവത്തിന് ഒരു വഴി തുറക്കാനായിട്ട് സാധിക്കും, ദൈവത്തിന് ഒരു പാത വെട്ടി തുറക്കാനായിട്ട് സാധിക്കും. ഏത് അസാധ്യങ്ങളുടെ മധ്യത്തിലും, ഏത് അസംഭവങ്ങളുടെ മധ്യത്തിലും ദൈവത്തിന് ചില കാര്യങ്ങൾ സാധ്യമാക്കാനായിട്ട് സാധിക്കും. ദൈവത്തിന് ചില കാര്യങ്ങളൊക്കെ സംഭവിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ആ ഒരു വിശ്വാസം തീർച്ചയായിട്ടും ഈ നാളുകളിൽ ദൈവത്തിന്റെ ജനത്തിന്, സഭയ്ക്ക്, വിശ്വാസികൾക്ക് ഓരോരുത്തർക്കും അനിവാര്യമാണ്. There is divine possibility within the material and physical and worldly impossibilities. ഇവിടെ ഒരുപാട് അസാധ്യതകളുടെ മധ്യത്തിൽ നോക്കണം, ദൈവം ഒരു തുടർച്ച നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. എന്തെല്ലാം പ്രതികൂലങ്ങളായിട്ട് വന്നാലും, ഏതെല്ലാം പ്രയാസങ്ങൾ ഉണ്ടായാലും, ഏതെല്ലാം പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ശക്തമായിട്ട് വന്നാലും, we can find a feeble divine continuity. ഒരു ദൈവത്തിന്റെ തുടർച്ച നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് നമ്മളൊക്കെ ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്, നമ്മളൊക്കെ ഇന്ന് വലിയ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ആയിരിക്കുന്നവരും അല്ലാതെ ആയിരിക്കുന്നവരും ഒക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. പലതും നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലമായിരുന്നപ്പോൾ, പലതും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടായപ്പോൾ, പലപ്പോഴും നമ്മൾ ഇതൊരു അസാധ്യതയാണ്, ഇതിനപ്പുറമൊന്നുമില്ല, ഒരു രോഗം വന്നപ്പോൾ, അതിന്റെ ചികിത്സ വന്നപ്പോൾ, നമ്മളൊക്കെ പ്രതിസന്ധികളെയൊക്കെ നേരിട്ടപ്പോൾ നമ്മൾ ചിന്തിച്ചു, ഓ ഹിയർ ഈസ് മൈ എൻഡ്, ഞാൻ ഇവിടെ തീരുകയാണ്, ഇതെന്റെ അവസാനമാണ്, ഞാൻ ഇവിടെ തീരാൻ പോകുന്നത്. ദർ ഈസ് നോ പോസിബിലിറ്റി ബിയോണ്ട് ദിസ് ഇംപോസിബിലിറ്റി. ഞാനിപ്പോൾ ഈ നേരിടുന്ന എൻ്റെ ഈ രോഗം, എൻ്റെ ഈ പ്രതിസന്ധി, എൻ്റെ കുടുംബം നേരിടുന്ന പ്രതിസന്ധി, എൻ്റെ കുടുംബ ജീവിതം നേരിടുന്ന പ്രതിസന്ധി, എൻ്റെ കുഞ്ഞുങ്ങൾ നേരിടുന്ന പ്രതിസന്ധി, ഇതിനപ്പുറത്തൊരു സാധ്യതയില്ല, ഇനി ഒരു വഴിയില്ല എന്ന് ചിന്തിച്ച സാഹചര്യങ്ങളിലൊക്കെ ദൈവം നമുക്ക് അതിൻ്റെയൊക്കെ മധ്യത്തിലൂടെ ചില വഴികൾ വെട്ടി തുറന്ന് നൽകിയത് കൊണ്ടാണ്, ആ വഴികളിലൂടെയൊക്കെ ദൈവം നമ്മളെ മുൻപോട്ട് നയിച്ചത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ പകൽക്കാലം ഇവിടെ ആയിരിക്കുന്നത് എന്ന് നമ്മൾ മറന്നുപോകരുത്. in all the impossibilities, in all difficulties, God
will definitely give us a way out. God will have a path of possibility. അതൊരിക്കലും മറന്നു പോകുന്നു. ഇവിടെ ആ ഒരു വിവരണമാണ് യഥാർത്ഥത്തിൽ ഈ 17-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനെ മരണവും വരൾച്ചയും ഇല്ലായ്മയും പരിമിതികളും ഒക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്കറിയാം, there is also in the chapter we see the elements of miracle. ചില അത്ഭുതങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. ഏലിയാവിന്റെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട്. സാറാഭാത്തിലെ വിധവയുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാത്തത് സംഭവിക്കുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്നുണ്ട്. ചില അസാധ്യങ്ങളുടെ മധ്യത്തിൽ അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്നു. ഇവിടെ ഇത് നമുക്കറിയാം, മരണത്തിന്റെയും വരൾച്ചയുടെയും ഇല്ലായ്മയുടെയും നഷ്ടത്തിന്റെയും ഉപദ്രവത്തിന്റെയും ഒരു അധ്യായം മാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ ദൈവം നമുക്കായിട്ട് വലിയ അത്ഭുതങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം ചില അത്ഭുതങ്ങളോടുകൂടെ നമ്മളോട് ഇടപെടുന്നുണ്ട്. ദൈവത്തിൻ്റെ ചില അത്ഭുതങ്ങൾ, ദൈവത്തിൻ്റെ ചില അത്ഭുത പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ അധ്യായത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഏലിയാവിൻ്റെ ജീവിതത്തെ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് ഏലിയാവിനെ ദൈവം വിളിച്ചത് ഒരു പ്രവാചക ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ലോകത്തിനോടൊപ്പം പോകാനായിട്ടല്ല, ആഹാബിനോടൊപ്പം പക്ഷം ചേരാനായിട്ടല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. മറിച്ച് ചില സന്ദർഭങ്ങളിൽ ഏലിയാവിന്റെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട്, ഏലിയാവിനെ ഭരമേൽപ്പിച്ച ശുശ്രൂഷയുടെ തുടർച്ച നിർവഹിക്കുവാനായിട്ടാണ് സഭയായി ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അവിടെ പ്രതിസന്ധികളുണ്ട്, അവിടെ പ്രയാസങ്ങളുണ്ട്, അവിടെ പ്രതിബന്ധങ്ങളുണ്ട്. ഒരുപക്ഷെ ആഹാബിനോട് കൂടെ ചേർന്നാൽ എല്ലാം നമുക്ക് സൗകര്യമായിരിക്കും. ആഹാബിൽ നിന്ന് ചില അപ്പക്കഷ്ണങ്ങൾ, ചില അംശങ്ങൾ, ആഹാബ് കഴിച്ചതിന്റെ ബാക്കി ആഹാബ് നമുക്ക് സൗജന്യമായി നൽകുന്നതൊക്കെ തരും. നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയവും ഇന്നത്തെ സഭയും ഇന്നത്തെ സാഹചര്യങ്ങളും ഒക്കെ പരിശോധിക്കുമ്പോൾ ആഹാബുമാരുടെ കൂടെയാണ് ആളുകൾ കൂടുതൽ. എല്ലായ്പ്പോഴും നമ്മൾ ഈ വേദപുസ്തകത്തിൽ കാണുന്നത് പോലെ ഏലിയാവ് ഒറ്റയ്ക്ക്, ഏലിയാവിന് പാവം കാക്കയും കരീത്ത് തോടിന്റെ കാടും പടലും ഒക്കെ മാത്രമേ ഏലിയാവിനുള്ളൂ. പക്ഷെ അങ്ങനെയുള്ള ഒരു ജീവിതത്തിലേക്ക് പോകാൻ ഇന്നാളെ കിട്ടത്തില്ല. അത് പോപ്പുലർ അല്ല, അത് എളുപ്പമല്ല. നമുക്കൊക്കെ വളരെ എളുപ്പമാണ്. ആഹാബ് ദേവാലയം പണിയുന്നു, അശേരാ പ്രതിഷ്ഠ പണിയുന്നു, വലിയ ആരാധനയുണ്ട്, ഉത്സവമുണ്ട്, അവിടെ ഗംഭീര വെടിക്കെട്ട് പരിപാടി നടക്കുകയാണ്. പക്ഷെ വേർ ഈസ് അവർ ഗോഡ്? ദൈവത്തിന് വേണ്ടി ആര് നിൽക്കും? ദൈവത്തിന്റെ ശുശ്രൂഷ ആര് നിർവഹിക്കും? ദൈവത്തിന് വേണ്ടി ആര് സംസാരിക്കും? അത് എളുപ്പമല്ല, എളുപ്പമല്ല. അങ്ങനെ എളുപ്പത്തിൽ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്ന പലരും ഉണ്ട്, അല്ലേ? ശരിയാണ്, ദൈവത്തിന്റെ ശുശ്രൂഷ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ദൈവത്തിന്റെ ശുശ്രൂഷ ഇറങ്ങിയിട്ട് എനിക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ അത് തെറ്റാണ്, സത്യമല്ലത്. ദൈവം എന്നെ നടത്തിയിട്ടുണ്ട്. ഈ ശുശ്രൂഷയിലൂടെയാണ് എൻ്റെ ജീവിതം മുൻപോട്ട്, നമ്മുടെ എല്ലാം ജീവിതം മുമ്പോട്ട് പോകുന്നത്. നമ്മുടെ ശുശ്രൂഷന്മാരുടെ ഒക്കെ ജീവിതം നോക്കി, പരിമിതികളില്ലാതെ, ദാരിദ്ര്യമില്ലാതെ, അല്ലല്ലാതെ മക്കളെ പഠിപ്പിക്കാൻ, കുടുംബത്തിന്റെ കാര്യങ്ങൾ നടക്കാൻ, വാഹനങ്ങൾ വാങ്ങിക്കാൻ, ഇതിനുള്ള സാഹചര്യങ്ങളൊക്കെ ദൈവം തീർച്ചയായിട്ടും നമുക്ക് തരും. പക്ഷെ ആഹാബിന്റെ കൂടെ കൂടിയിട്ടുള്ള സമ്പത്ത് നമുക്ക് വേണ്ട. ഏലിയാവിനെ കാക്കയെ കൊണ്ട് പരിപോഷിപ്പിച്ചതുപോലെ, സാറാഫാത്തിലെ വിധവയെ കൊണ്ട് പരിപോഷിപ്പിച്ചതുപോലെ പരിപോഷിപ്പിക്കപ്പെടാനായിട്ട് വിളിക്കപ്പെട്ടവരാ നമ്മൾ. മറന്നു പോകരുത്, ദൈവജനം മറന്നു പോകരുത്. ഏലിയാവിനെ ദൈവം വിളിക്കാണ് ഈ ശുശ്രൂഷക്കായിട്ട്. ഏലിയാവ് 17-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഏലിയാവ് ആഹാബ് രാജാവിന്റെ അടുക്കൽ ചെന്നിട്ട് പറയാണ്, യഹോവയാണ് ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു. ഈ ചില കാര്യങ്ങൾ we have to break the continue എന്ന് പറയും. ചില കാര്യങ്ങൾ നന്മ ഉണ്ടാകണമെങ്കിൽ ചില കാര്യങ്ങൾ ഓടിക്കണം. ഈ ഓടിക്കാൻ നമുക്ക് പേടിയാ. നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരണമെങ്കിൽ ചിലതിനെ ഓടിക്കണം, അല്ലേ? മലയാളത്തിലൊരു സിനിമയുണ്ട്, ഒടിയൻ എന്ന് പറഞ്ഞു. ഒടിയൻ. നമ്മളൊക്കെ ചിലപ്പോൾ ഒടിയന്മാരാകണം, ഓടിക്കണം. നമ്മൾ ചില കാര്യങ്ങൾ ഈ ബഡ് ചെയ്യുന്ന കേട്ടില്ല, ചില കട്ട് ചെയ്തിട്ട് നമ്മൾ പുതിയ ശാഖ വരണമെങ്കിൽ, ഞങ്ങളുടെ വീടിൻ്റെ വാതക്കൽ റോസാ ചെടിയുണ്ട്. റോസാ ചെടി ഒരു തണ്ട് ഇങ്ങനെ വന്ന് അതിൻ്റെ മുകളിൽ റോസാ പൂ ഇങ്ങനെ നിൽപ്പുണ്ട്. ഇപ്പോൾ എല്ലാം 3 റോസാ ചെടിയിൽ ഓരോരോ പൂവുണ്ട്, മഞ്ഞ, ഓറഞ്ച്, റെഡ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ആ പൂവുണ്ടായത്, ആ പൂ കൊഴിഞ്ഞു പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളതിനെ കട്ട് ചെയ്യും. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം പുതിയ ശിഖരങ്ങൾ വന്ന് അത് പൂവുണ്ടാകാൻ. ചിലതിനെ നമ്മളിങ്ങനെ കൂട്ടിക്കണം.
നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെ ചിലരുടെയൊക്കെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ ചിലതിനെയൊക്കെ ഒട്ടിച്ചു കളയണം. ആഹാബിൻ്റെ അടുത്ത് വന്നിട്ട് ഏലിയാവ് പറയുകയാണ്, നിന്നെ ഓടിക്കാൻ സമയമായി. നീ വലിയ വലിയ പുള്ളിയല്ലേ ചെയ്യാൻ പോന്നേ, നീ വലിയ എരിഹോ മതിൽ പണിയാൻ പോവല്ലേ, നീ ഇനി പണിയണ്ട, ഇനി മഴയും മഞ്ഞുമില്ല, നീ എന്തോ ചെയ്യും? നമ്മൾ ചില കാര്യങ്ങളൊക്കെ, ചില പരിമിതികളൊക്കെ, ചില ഇല്ലായ്മകളൊക്കെ, ചില വരൾച്ചകളൊക്കെ നമ്മൾ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ പോക്ക് ശരിയല്ലെന്ന്, നമ്മൾ വന്ന വഴി, നമ്മൾ പൊക്കോണ്ടിരിക്കുന്ന വഴി ശരിയല്ല എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ we have problems in our life to remind us about where are we, നമ്മൾ എവിടെയാണ് എന്ന് ഓർക്കണം. അപ്പോൾ ഒന്നാമത് ഏലിയാവിൻ്റെ ജീവിതത്തിൻ്റെ ശുശ്രൂഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഏലിയാവിനെ ദൈവം പറഞ്ഞത് ഏലിയാവ് മുഖത്ത് നോക്കി പറഞ്ഞു, ആഹാബിനോട് പറഞ്ഞു. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ശുശ്രൂഷ, അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ട് പിന്നെ ഏലിയാവിന് ഇരിക്കാനൊക്കത്തില്ലല്ലോ. നമ്മളുടെയൊക്കെ ഒരു ശുശ്രൂഷ തെറ്റുകളെ നമുക്ക് എതിരിടാനായിട്ട് പറയും. വി ഹാവ് ടു എൻകൗണ്ടർ ദ ഇൻജസ്റ്റിസ്. നമ്മളൊന്ന് സങ്കീർത്തനം വായിച്ചു, 12-ാം സങ്കീർത്തനത്തിനും അത് തന്നെയാണ്. ദുഷ്ടന്മാരെ കുറിച്ച്, കാലഘട്ടത്തെക്കുറിച്ച് ഇങ്ങനെയാണ്. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം ഇങ്ങനെ ദുഷ്ടത പെരുകുന്ന ഒരു കാലഘട്ടമാണ്. അധർമ്മവും അതിക്രമവും ഒക്കെ പെരുകുന്ന ഒരു കാലഘട്ടമാണ്. നമ്മളിങ്ങനെ അനങ്ങാതിരിക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ ഈ വയലൊക്കെ ഉള്ള സ്ഥലമാണ്. അവിടെ പണ്ടൊക്കെ എൻ്റെ കൊച്ചിലേക്കാണ്. ഇപ്പോൾ വയലൊക്കെ ഞങ്ങൾ നികത്തി അവിടെ ഇപ്പം വീടുകളൊക്കെ വെച്ച്, ഇപ്പം അതുകൊണ്ട് മഴ പെയ്താൽ പിന്നെ എങ്ങും വെള്ളം പോകത്തില്ല. നമ്മുടെ മുറ്റത്ത്, നമ്മുടെ പറമ്പിലും പെരക്കകത്തും ഒക്കെ ഇപ്പം ഇഷ്ടം പോലെ വെള്ളം കയറും. നമ്മൾ പാടങ്ങളൊക്കെ ഇപ്പം നികത്തിയേക്കുക. ഈ പാടങ്ങളൊക്കെ ഇങ്ങനെ പാടം കൊയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് കാണാം ഇങ്ങനെ. അപ്പൊ പാടം കൊയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ നിങ്ങൾ പറയും കൊക്കെന്ന് പറയും. അതിനെന്താ ക്രെയിൻ. മറ്റേ ക്രെയിൻ അല്ല, ക്രെയിൻ എന്ന് പറയുന്നൊരു പക്ഷിയുണ്ട്, കൊക്കെന്നാ പറയുന്നത്, കൊക്ക്. അപ്പൊ അതൊക്കെ ഇങ്ങനെ പാടത്ത് ഇങ്ങനെ വന്നിരിക്കും. ചെറിയ മീനിനെയൊക്കെ ഇങ്ങനെ കൊത്തി തിന്നാനായിട്ട് ഇങ്ങനെ വന്നിരിക്കും. ചെറിയ മീന് വരുമ്പോ ഈ കൊക്ക് ഇങ്ങനെ കൊത്തിയെടുക്കും. ഈ കൊക്കിന്റെ അടുത്ത് ഈ വലിയ മീൻ വന്നാൽ എന്ത് ചെയ്യുന്നറിയാമോ? കൊക്ക് ഇങ്ങനെ അനങ്ങാറ്, ഞാനൊന്നും അറിയത്തില്ല, ഞാൻ കണ്ടില്ലെന്നും പറഞ്ഞിങ്ങനെ ഇരിക്കും. നമ്മൾ അങ്ങനെ ഈ ചെറിയ ആൾക്കാരെ ചെറിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആളും തരവും നോക്കിയാണ് നമ്മളുടെ പരിപാടി. പാവം പിടിച്ച മനുഷ്യന്മാരോട് നമ്മളങ്ങ് ഭയങ്കര എല്ലാവരും കലിപ്പാണല്ലോ ഇപ്പോൾ, അല്ലേ? അങ്ങനെ മലയാളത്തിൽ പറയും, കലിപ്പനും കാന്താരികളുടെയും ഒരു കാലഘട്ടം. നിങ്ങൾ ചിലപ്പോൾ പറയുന്നുണ്ടാവും, ഞങ്ങൾ വന്നിരിക്കുന്ന അച്ഛനൊരു കലിപ്പനാണ്, അച്ഛൻ്റെ ഭാര്യ ഒരു കാന്താരിയാണ്. എന്തായാലും കൊള്ളാം. അത് കാൽപ്പനും കൊള്ളാം, കാന്താരിയും കൊള്ളാം. ആളും തരവും നോക്കിയാണ് നമ്മളെ കലിപ്പെടുക്കുന്നതും, അല്ലേ? പാവപ്പെട്ടവരോടാണെങ്കിൽ നമ്മൾ വലിയ കലിപ്പാണ്. പാവപ്പെട്ടവരെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടി അല്പം, അല്ലേ? ആഹാബിനെ പോലുള്ളവരൊക്കെ വരുമ്പോൾ നമ്മളിപ്പോൾ ഇതൊക്കെ ഒതുങ്ങിക്കൊടുക്കും. അത് ശുശ്രൂഷയല്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ വഴക്കിന് പോകണമെന്നല്ല പറയുന്നത്, ബഹളം വെക്കണമെന്നല്ല, വസ്തുത പറയണം. എന്ന് ആഹാബിനോട് പറഞ്ഞു, ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ്. നീ ഇതുവരെ ബാലിനെ സേവിക്കുന്നതാണ്. നിനക്കിവിടെ വലിയ അമ്പലവും പരിപാടിയും ഫെസ്റ്റിവലും ഉത്സവവും ഒക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ പറയണം, ഞാൻ സേവിച്ചു നിൽക്കുന്ന, ഞാൻ ആരാധിക്കുന്ന, ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ പിന്തുടരുന്ന, എന്നോട് ഇടപെടുന്ന, എന്നോടൊപ്പമുള്ള ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ പറയുന്നു, ഇനി മഴയില്ല. അല്ലാതെ വേറെ വാക്കൊന്നും പറയുന്നു. നിന്നെ അവിടെ ചെന്ന് ആഹാബിനെ മെക്കിട്ടൊന്നും കയറുന്നില്ല, ഇനി മഴ പെയ്യത്തില്ല. അതല്ല, ആഹാബ് അല്ല പ്രധാനം. നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്, ഇറ്റ്സ് നോട്ട് ആഹാബ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് ആഹാബ്സ് ലൈഫ് സ്റ്റൈൽ ഈസ് ഇമ്പോർട്ടൻറ്റ്. ആഹാബിന്റെ ആറ്റിറ്റ്യൂഡാണ്, ആഹാബിന്റെ സമീപനങ്ങളാണ് പ്രധാനം. നമ്മൾ പലപ്പോഴും ആളുകളെ തിരുത്താനല്ല, വ്യക്തികളെ തിരുത്താനല്ല നമ്മൾ, വ്യക്തികളുടെ സ്വഭാവത്തെ we have to attempt to change the characters and attitudes. നമ്മുടെ സ്വഭാവത്തെയും സമീപനങ്ങളെയുമാണ് മാറ്റാനായിട്ട് ശ്രമിക്കേണ്ടത്. അല്ലാതെ ആളിനെ തിരുത്താൻ പോയിട്ട് ആളിനെ അങ്ങ് പറയുക, നീ അങ്ങനല്ലയോ, നീ ഇങ്ങനല്ലയോ, നീ അതല്ലയോ, നീ ആളിനെ ടാർഗറ്റ് ഓരോരുത്തരും നാളത്തിൽ. We have to address the problems of the character and attitudes. നമ്മൾ തിരുത്താൻ ആഗ്രഹിക്കുന്നവരുടെ ജീവിതത്തിലെ സ്വഭാവത്തെ, മനോഭാവങ്ങളെ, അവരുടെ സമീപനങ്ങളെ തിരുത്തണം. This is not right. നീ ചെയ്തത് ശരിയല്ല, നീ പറഞ്ഞത് ശരിയല്ല,
നീ ശരിയല്ലെന്നല്ല പറയണം, നമ്മൾ അങ്ങനെ പറയണം. നീ ആള് ശരി, അവനാള് ശരിയല്ല, അവളാള് ശരിയല്ല, അങ്ങനെ തുടങ്ങുന്നത് തന്നെ. അവനും അവളും ആള് ശരിയല്ലെന്നുള്ളത്. നിന്റെ ഈ സമീപനം ശരിയല്ല. വാട്ട് യു ഹാവ് സെഡ് നൗ, യുവർ ആറ്റിറ്റ്യൂഡ് ഈസ് നോട്ട് റൈറ്റ്. നീ ഈ ചെയ്തത് ശരിയല്ല, നിന്റെ ഈ സമീപനം ശരിയല്ല, നിന്റെ ഈ സ്വഭാവം ശരിയല്ല. വി ആർ നോട്ട് അഗൈൻസ്റ്റ് ദ പീപ്പിൾ. നമുക്ക് എതിർപ്പുള്ളത്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. നീ ജഡരക്തങ്ങളോട് എതിർക്കാൻ നടക്കുകയാണ് ഇപ്പോൾ, അല്ലെ? ജഡരക്തങ്ങളോട് എതിർത്താൽ നമുക്ക് മാറ്റാൻ പറ്റില്ല. പിന്നെ നമുക്ക് വാഴ്ചകളോടും അധികാരങ്ങളോടും, നമുക്ക് സ്വഭാവങ്ങളോട്, സമീപനങ്ങളോട്, മനോനിലകളോടാണ് നമുക്ക്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ നേരെയാക്കാൻ ശ്രമിക്കുമ്പോൾ, നമ്മുടെ ജീവിത പങ്കാളികളെ നമ്മൾ നേരെയാക്കാൻ ശ്രമിക്കുമ്പോൾ, വ്യക്തിപരമായാൽ നേരെയാവില്ല. വ്യക്തിപരമായാൽ നേരെയാവില്ല. ഡോണ്ട് ടാർഗറ്റ് ദ പീപ്പിൾ, ടാർഗറ്റ് attempt to change the character and attitudes. അതുകൊണ്ട് നമ്മുടെ സുവിശേഷം തെറ്റുന്നത് ഇവിടാന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ശുശ്രൂഷകൾ മാറിപ്പോകുന്നത് ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ്. കാരണം നമ്മൾ എപ്പോഴും ആളുകളെ ടാർഗറ്റ് ചെയ്യും. ആളുകളെ ടാർഗറ്റ് ചെയ്താൽ വി ആർ ക്രിയേറ്റിംഗ് എനിമിറ്റീസ്. നമ്മൾ എന്താ ശത്രുത ഉണ്ടാക്കുക. നമ്മൾ ഒരാളെ തിരുത്താനല്ല ശ്രമിക്കുന്നത്. നമ്മൾ പലപ്പോഴും ആത്യന്തികമായി നമ്മൾ വ്യക്തികളെ അഡ്രസ് ചെയ്ത്, വ്യക്തികളെ ടാർഗറ്റ് ചെയ്ത്, വ്യക്തികളെ ലക്ഷ്യം വെച്ച് അവരെ നന്നാക്കാനായിട്ട് പോയാൽ, അവരുടെ കുറ്റങ്ങളൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ അവർ നന്നാവില്ല, അവർ തിരുത്തൂല. Rather we have to confront the attitudes, the mentalities, the behaviors. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം എഴുതുന്ന സമയത്തും അത് തന്നെയാണ് പറയുന്നത്. വ്യക്തികളെ അല്ല പറയുന്നത്. പിന്നെയോ അവിടെയുള്ള സമീപനങ്ങളെയാണ്, ശൈലികളെയാണ്, സ്വഭാവ സവിശേഷതകളെയാണ് പൗലോസ് അപ്പോസ്തലൻ. നിങ്ങളിൽ ഭിന്നതയുണ്ട് എന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾ അവനും ഇവനും തമ്മിൽ തല്ലാന്നൊന്നും പറയുന്നു. നിങ്ങളിൽ ഭിന്നതയുണ്ടെന്ന് ഞാൻ അറിയുന്നു. ഭിന്നതയാണ് പ്രോബ്ലം. We have to address the problem, not the people. We have to address the problem, not the people. ഇവിടെ ഏലിയാവ് ആഹാബിന്റെ അടുത്ത് നിന്ന് പറയുകയാണ്, നിന്റെ പ്രശ്നമല്ല, നിന്നെ ഇങ്ങനെ ദൈവത്തിന്റെ ഹിതപ്രകാരം we are going to break the continuity. നിന്റെ ഈ വാഴ്ചയെ, നിന്റെ ഈ അധികാരത്തിന്റെ സുഗമമായ സഞ്ചാരത്തിൽ ഞാനൊരു വിള്ളൽ വരുത്താൻ പോവാണ്. നമ്മുടെയൊക്കെ ചില സുഗമമായ വഴികളിൽ ഒരു വിള്ളൽ വരുമ്പോഴാ ശരിക്കും നമ്മളുടെ ജീവിതത്തിൽ വീഴ്ച ഉണ്ടാകുന്നത്. എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഒടിയണം. ഞാൻ കാലൊടിയുന്നതിൻ്റെ കൈയൊടിയുന്നതിൻ്റെ കാര്യമല്ല പറഞ്ഞു. എവിടെയെങ്കിലുമൊക്കെ ഒരു തട്ടലും ഒരു മുട്ടലും ഒരു ഒടിയിലും ഒക്കെ ഉണ്ടാകുമ്പോഴാ നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നന്മകളുണ്ടാകും. ആൻഡ് ഏലിയാവിനെ ദൈവം വിളിക്കുന്നത് ഈ ഒരു ഘടനാപരമായിട്ടുള്ള ഈ ഒരു സിസ്റ്റമിക് ചേഞ്ചസിന് വേണ്ടിയിട്ട്. ഇവിടെ ദൈവം നമ്മളെ വിളിക്കുന്നത് ആഹാബിനോടുകൂടെ പക്ഷം ചേരാനല്ല, പിന്നെയോ ഏലിയാവിന്റെ ശുശ്രൂഷ. അതുകൊണ്ട് ഏലിയാവിന്റെ ശുശ്രൂഷയുടെ ആരംഭം. സോ ഔട്ട് ഓഫ് ദ ബ്ലൂ എലൈജ ഈസ് എമർജിങ് ആസ് എ പ്രോഫറ്റ്. ഒരു ശൂന്യതയിൽ നിന്ന് ഏലിയാവ്, ഒരു പക്ഷേ ഏലിയാവിന്റെ ശുശ്രൂഷയാ ഏലിയാവിനെ ഉയർത്തുന്നത്. ഏലിയാവിന് ദൈവം നൽകിയ ശുശ്രൂഷ, ദൈവം നൽകിയ നിയോഗം, ദൈവം നൽകിയ ദൗത്യമാണ് ഏലിയാവിനെ ഉയർത്തുന്നത്. നോക്കണം, ഇത് വളരെ നമ്മൾ പറയും ചില കാര്യങ്ങളൊക്കെ മുമ്പിൽ നിന്ന് പറയാൻ നമുക്ക് വലിയ സന്തോഷമാണ്. അങ്ങനെ ചെയ്ത് കളയും, ഇങ്ങനെ ചെയ്ത് കളയും, നിനക്ക് ഇത് ചെയ്ത് കളയും. See, every prophet has to pay the cost. പ്രത്യേകിച്ച് ആഹാബിനെ പോലെയുള്ള മനുഷ്യന്മാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് മുമ്പോട്ട് പോകത്തില്ല, നിന്റെ ഈ ഭരണം അവസാനിക്കാൻ പോകുന്നു, നിന്റെ ഈ സമൃദ്ധി അവസാനിക്കാൻ പോകുന്നു, നിന്റെ ഈ അഹന്ത അവസാനിക്കാൻ പോകുന്നു, ഇവിടെ ക്ഷാമവും വരൾച്ചയും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ വരാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്കങ്ങ് പോകാൻ പറ്റത്തില്ല, എളുപ്പമല്ല. എവ്രി പ്രോഫറ്റ് ഹാസ് ടു പേ ദ കോസ്റ്റ്. ഓരോ പ്രവാചകനും വില കൊടുക്കണം. എന്തായിരുന്നു വില? അതുവരെ സന്തോഷത്തോടുകൂടെ, സമാധാനത്തോടുകൂടെ, സ്വസ്ഥതയോടുകൂടെ ഇങ്ങനെ തൻ്റെ കാര്യങ്ങളുമൊക്കെ നോക്കി, തൻ്റെ കുടുംബത്തെ നോക്കി, തൻ്റെ സന്തോഷത്തോടുകൂടെ ജീവിച്ചിരുന്ന ഏലിയാവിന്റെ ജീവിതത്തിൽ വന്ന പ്രോബ്ലം എന്താണെന്നറിയാമോ? ഏലിയാവിനോട് ദൈവം പറയുന്നു, പിന്നെ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, 2-ാമത്തെ വാക്യം, നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക. എങ്ങനെയാ? രാജാവിന്റെ സന്നിധിയിൽ പോയിട്ട് ആഹാബിനോട് പറഞ്ഞു, ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ
ഇവിടെ മഴയും മഞ്ഞും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം, ദാറ്റ് ഈസ് ഫസ്റ്റ് പാർട്ട് ഓഫ് ദ മിനിസ്ട്രി. ആൻഡ് വാട്ട് ഈസ് ദ മെസ്സേജ്? വെൻ ദ മെസ്സേജ് ടു ആഹാബ് വാസ് സ്പെൽഡ്, ആഹാബിനോടുള്ള സുവിശേഷം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഏലിയാവിന് വേറെ സുവിശേഷം വന്നു. അതാണ് വ്യത്യാസം. ആഹാബിനോടുള്ള സുവിശേഷവും ഏലിയാവിനോടുള്ള സുവിശേഷവും വ്യത്യാസമാണ്. രണ്ടും ഒരു സുവിശേഷമല്ല. ദൈവത്തിന്റെ ആത്മാവ് ഏലിയാവിനോട് പറയുന്നു, ഇനി നിനക്കുള്ളത് എന്താണ്? നീ ചെന്ന് യോർദാൻ അക്കരെ കെരീത്ത് തോട്ടിനരികെ പോയി ഒളിച്ചിരിക്കാൻ. നമ്മളൊക്കെ ഇങ്ങനെ ഒരു ദൈവത്തിന്റെ ശുശ്രൂഷ പ്രതീക്ഷിക്കും, ഒളിച്ചിരിക്കാൻ പറയും. അങ്ങനെ ഒരു ദൈവത്തെയാണ് ആഹാബിനെ നന്നാക്കാൻ വേണ്ടി, ആഹാബിനെ എതിരിടാൻ വേണ്ടി, ആഹാബിനെ തിരുത്താൻ വേണ്ടി ഏലിയാവിനെ വിളിച്ചിട്ട് ദൈവം പറയാം, നീ ഇപ്പൊ ഒളിച്ചിരിയടാ. ദൈവമക്കള് ചില സമയങ്ങളിൽ നമ്മൾ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. വി മസ്റ്റ് അലൗ ദ ടൈം ടു ബ്രിങ് ചേഞ്ച്. നമ്മൾ കയറി തിരുത്താൻ പോകരുത്. ചില കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് നമ്മുടെ ശുശ്രൂഷ. പറയണം, തിരുത്തുന്ന ദൈവമാണ്. അതല്ലെങ്കിൽ വേണേ ഏലിയാവിനോട് കൂടെ ഒരു വലിയ ആർമിയൊക്കെ എടുത്ത് ഒരു ഏലിയാവ് വിചാരിച്ച് കാണുമായിരിക്കും ഇതൊക്കെ സംഭവിക്കാൻ പോവാണ്. സോ ഇവിടെ ദൈവം ഏലിയാവിനോട് പറയുന്നു, ഗോ ആൻഡ് ഹൈഡ് യുവർ സെൽഫ് അറ്റ് കെരീത്ത്. കെരീത്ത് തോട്ടിനരികെ ചെന്ന് ഒളിച്ചിരിക്കാൻ. ഈ നമ്മൾ ഓർക്കേണ്ട ചില കാര്യങ്ങൾ, ദർ ആർ ടൈംസ് വേർ വി ഹാവ് ടു ഹൈഡ് അവർ സെൽസ്. ഇന്നത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, അല്ലേ? ഇന്നിപ്പോൾ എല്ലാം പബ്ലിക്കാ. അങ്ങോട്ട് തിരിഞ്ഞാൽ നമുക്കും ഉണ്ട് ഒരു ഫേസ്ബുക്കിൽ അക്കൗണ്ട്, എല്ലാവർക്കും ഉണ്ട്. അങ്ങോട്ട് തിരിഞ്ഞാൽ ഇങ്ങോട്ട് രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കുന്നതിന് മുമ്പ്, പല്ല് തേച്ച് കഴിഞ്ഞ് കാപ്പി കുടിച്ച് അങ്ങനെ പോയി ഇങ്ങനെ പോയി. അവർ ലൈഫ് ഈസ് വെരി പബ്ലിക്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിന് ചില സീക്രസികളുണ്ട്, ചിലപ്പോൾ ഒളിച്ചിരിക്കണം. കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നത്, നിങ്ങൾ പരസ്യമായിട്ട് പ്രാർത്ഥിക്കരുത്, തെരുക്കോണുകളിൽ നിന്ന് പ്രാർത്ഥിക്കരുത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അകത്ത് അറയിൽ കടന്ന് വാതിലടച്ച് സ്വർഗസ്ഥനായ നിങ്ങളോട്, ദൈവത്തോട് പ്രാർത്ഥിക്കണം. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ചില സീക്രസികളുണ്ട്, ചില കാര്യങ്ങൾ. എപ്പോഴും ഇങ്ങനെ സ്വയം ഇങ്ങനെ പ്രദർശിപ്പിച്ച് ഇങ്ങനെ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ച് നിൽക്കാനായിട്ട് വിളിക്കപ്പെട്ടവരല്ല ദൈവത്തിന്റെ ജനം. പ്രോഫറ്റ്സ് ഹാസ് ടു ലിമിറ്റ് ദംസെൽസ്. നമുക്ക് ചില പരിമിതികളുടെ ജീവിതമുണ്ട്. അതുകൊണ്ട് യഹോവയായ ദൈവം ഏലിയാവിനോട് പറയുന്നു, യു ഹൈഡ് യുവർ സെൽഫ് അറ്റ് കെരീത്ത്. കെരീത്ത് തോട്ടിനരികെ പോയി നീ ഒളിച്ചിരിക്കണം. കാരണം നീ എതിരിട്ടത്, നീ പ്രവാചക വാക്കുകൾ നീ ഉച്ചരിച്ചത് നിസാരക്കാരനോടല്ല, നീ ഒരു രാജാവിനോടാ പറഞ്ഞത്. അതുകൊണ്ട് നിനക്ക് അപകടം വരാനിരിക്കുന്നുണ്ട്. നിന്റെ ജീവൻ അപകടത്തിലാണ്. അതുകൊണ്ട് ജീവൻ അപകടത്തിലാണെങ്കിൽ ദൈവത്തിന് വേണമെങ്കിൽ എന്തുകൊണ്ടാ സൈന്യങ്ങളെ വിളിച്ച് നിർത്തി യുദ്ധത്തിന് പോകാത്തെന്ന് ചോദിക്കും, അല്ലെ? കർത്താവ് പറയുന്നില്ലേ, എൻ്റെ സ്വർഗസ്ഥനായ പത്രോസ് വാളത്തോപ്പുറം സ്വർഗസ്ഥനായ പിതാവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് സൈന്യത്തെ അയച്ച് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുമായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ പുള്ളിക്കാരന് കർത്താവിന് ക്രൂശിൽ മരിക്കേണ്ടി വരില്ലായിരുന്നു. ദാറ്റ് ഈസ് നോട്ട് ദ വേ. നമ്മൾ ചിന്തിക്കുന്ന വഴിയാ. ഏലിയാവിനോട് ദൈവം പറയുന്നു, ചിലപ്പോൾ ഒളിച്ചിരിക്കണം. അതിന് റിട്രീറ്റ് എന്നാണ് പറയുന്നത്. നമുക്ക് ചില ധ്യാനം വേണം. ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് പിൻവലിഞ്ഞ് ഉൾവലിഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ നടത്തിപ്പ് അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. വി നീഡ് ടൈം ടു റിട്രീറ്റ്. ചില ശുശ്രൂഷകളൊക്കെ, ചില മാറ്റങ്ങളൊക്കെ വരുന്നത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പിൻവലിയാനായിട്ട് സാധിക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില റിട്രീറ്റുകളൊക്കെ ഉണ്ട്. ഒരു അസുഖം വന്നാൽ, ഒരു പ്രതിസന്ധി വന്നാൽ, ഒരു പ്രതികൂലം വന്നാൽ, ഇറ്റ് ഈസ് എ ടൈം ഫോർ us ടു റിട്രീറ്റ്. അവിടെ ദൈവം നമുക്ക് ഒരു വലിയ അനുഗ്രഹം ഒരുക്കും. എന്താ? കെരീത്ത് തോടിൻ്റെ അനുഭവം ഒരുക്കും. ദൈവം കാക്കയുടെ അനുഭവം ഒരുക്കും. അവിടെയും ദൈവം നമ്മളെ പുലർത്തും. അതല്ലാതെ വീട്ടിൽ പോയിരുന്ന അടുക്കളയിൽ ഇരുന്ന് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് മൃഷ്ടാനമായിട്ടുള്ള ഭക്ഷണം കഴിക്കൽ അല്ലായിരുന്നല്ലോ അവിടെ. അതിനെക്കുറിച്ച് ഞാൻ അടുത്ത ആഴ്ച വിശദമായിട്ട് നിങ്ങളോട് നമുക്ക് സംസാരിക്കാം. വി ഷുഡ് ഫൈൻഡ് ടൈം ടു റിട്രീറ്റ്. ചില സമയത്തൊക്കെ അല്പസമയമൊക്കെ മാറി പിന്നോട്ട് മാറിയിരുന്ന് ഒന്ന് ധ്യാനിക്കാൻ, ദൈവത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടി, ദൈവത്തിൻ്റെ കൃപകൾക്ക് വേണ്ടി നമ്മളെ തന്നെ സമ്പൂർണ്ണമായിട്ട് ഭരമേൽപ്പിക്കുവാനായിട്ട് സാധിക്കണം. അതുകൊണ്ടാണ് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ, അല്ലെ, കാത്തിരിക്കണം. there is a time for us to wait for the Lord. ഇവിടെ യഹോവയായ ദൈവം ഏലിയാവിനോട് പറയുന്നു, ഹൈഡ് യുവർ സെൽഫ്. ചിലപ്പോ നമ്മളെ തന്നെ
ഒതുക്കി വെക്കണം. നമ്മളെ തന്നെ ഒന്ന് പരിമിതപ്പെടുത്തി വെക്കണം. ചിലപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ സ്വയം ഒന്ന് ചുരുങ്ങണം. നമ്മൾ ഓണത്തിന് സദ്യ വേണ്ടാന്ന് വെച്ചു എന്ന് പറഞ്ഞതുപോലെ ചിലപ്പോൾ ഒന്ന് ചുരുങ്ങണം. പ്രതിസന്ധികളും പ്രയാസങ്ങളും വരൾച്ചകളും ക്ഷാമങ്ങളും ഒക്കെ വരുമ്പോൾ ഒന്ന് ചുരുങ്ങണം, ഒന്ന് ചെറുതാകണം, ഒന്ന് കൺഫൈൻ ചെയ്യണം. ചില ഇടങ്ങളിലേക്ക് ഒതുങ്ങിക്കൂടി മാറിക്കൂടി നമുക്ക് ദൈവികമായ കാര്യങ്ങളിലൊക്കെ ഒന്ന് ഇടപെടാനായിട്ട് സാധിക്കണം. ഇറ്റ് ഈസ് എ ടൈം ഫോർ യു ടു റിവൈവ് യുവർ സെൽഫ്. ഏലിയാവിനോട് ദൈവം പറയുന്നു, നമുക്കോണം ദൈവം നമുക്കൊരു ശുശ്രൂഷ തന്നിട്ടുണ്ട്. തിന്മകളെയും തെറ്റിനെയും മനോഭാവങ്ങളെയും ആഹാബിനെയും ഒക്കെ എതിരിടാൻ. പക്ഷേ അതോടൊപ്പം തന്നെ അതിൻ്റെ മറുവശം എന്നുള്ള നിലയിൽ ചില സമയങ്ങളിൽ ദൈവത്തിൻ്റെ വചനപ്രകാരം നമ്മുടെ ജീവിതത്തിൽ ചില പരിമിതികൾ, ചില ചുരുക്കങ്ങൾ, ചില ധ്യാനങ്ങൾ നമ്മളുടെയൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിലേക്ക് നമ്മളൊന്ന് ചുരുങ്ങിക്കൂടാനായിട്ട് സാധിക്കണം, അല്ലേ? കൊക്കൂണിലേക്ക് ലാർവ ആകുന്നത് പോലെ അതിനകത്ത് ഇരിക്കണം, ഒരു ചിത്രശലഭം ഇങ്ങനെ പറന്നുയർന്നു വരുവാൻ വേണ്ടിയിട്ട്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഈ ഒരു വലിയ ശുശ്രൂഷ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. തെറ്റുകളെ തിരുത്താൻ, ചില ജീവിതങ്ങളിൽ ചില ക്രമങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില ജീവിതങ്ങളെയൊക്കെ നന്മയുടെ വഴിയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ചില എതിർപ്പിൻ്റെ ശുശ്രൂഷ, വിയോജിപ്പിൻ്റെ ശുശ്രൂഷ, ചില പ്രോഫറ്റിക്കൽ മിനിസ്ട്രി ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചു. അതിൻ്റെ ഭാഗമാണ്, അതിൻ്റെ അതർ സൈഡാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില പരിമിതികൾ, ചില റിട്രീറ്റുകൾ ഉണ്ടാകും. ഒരു പ്രവാചകൻ സൃഷ്ടിക്കപ്പെടുന്നത് അങ്ങനെയാണ്. ഒരു ദൈവത്തിൻ്റെ ദാസൻ, ദൈവത്തിൻ്റെ ദാസി സൃഷ്ടിക്കപ്പെടുന്നത് അങ്ങനെ. ഒരു സഭ സൃഷ്ടിക്കപ്പെടുന്നത്, രൂപപ്പെടുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് ഒരു കുടുംബം, ഒരു ദൈവത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കുടുംബം രൂപപ്പെടുന്നത് അങ്ങനെ. അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ദൈവത്തിൻ്റെ വചനത്തിന് മുൻപാകെ നമുക്ക് താഴ്ത്തി സമർപ്പിക്കാം. കർത്താവേ, തെറ്റിനെ ഒരു കോംപ്രമൈസ് ചെയ്യാൻ നീ എന്നെ അനുവദിക്കരുത്. ആഹാബിൻ്റെ കൂടെ കൂട്ടുകൂടാൻ എന്നെ അനുവദിക്കരുത്. മറിച്ച് ഏലിയാവിൻ്റെ കൂടെയാകാൻ, ഏലിയാവിനെ പോലെ ആഹാബിനോട് എതിരിടുവാൻ നമ്മുടെ ചുറ്റുപാടുകളിലെ നമ്മുടെ തന്നെ ചില മനോനിലകൾക്ക്, ചില ആറ്റിറ്റ്യൂഡിന്, മനോഭാവങ്ങൾക്ക് മാറ്റമുണ്ടാകുവാൻ, തിരുത്തുവാൻ, വ്യക്തികളെ ടാർഗറ്റ് ചെയ്യാനല്ല, ചില സ്വഭാവങ്ങൾ മാറണം, ചില സമീപനങ്ങൾ മാറണം, ചില ആറ്റിറ്റ്യൂഡുകൾ മാറണം. കർത്താവെ, അത് എന്നിലുള്ള ആറ്റിറ്റ്യൂഡിനെ മാറ്റാൻ, മറ്റുള്ളവരിലെ ചില ആറ്റിറ്റ്യൂഡുകളെ തിരുത്താൻ, മറ്റുള്ളവർക്ക് അപകടകരമായ ആറ്റിറ്റ്യൂഡുകളെ തിരുത്താൻ, വ്യക്തികളെ അല്ല, വീണ്ടും പറയും, ചില സമീപനങ്ങളെ, ചില സ്വഭാവങ്ങളെ മാറ്റാൻ എന്നെ അവിടുന്ന് ഉപയോഗിക്കണമേ. നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, നിനക്ക് വേണ്ടി മാറി നിൽക്കണമെങ്കിൽ, ഒളിഞ്ഞിരിക്കണമെങ്കിൽ, പിന്നോട്ട് മാറി നിൽക്കണമെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ എന്നെ തന്നെ ഒളിപ്പിച്ചു വെക്കണമെങ്കിൽ അതിന് നീ എന്നെ സഹായിക്കണമേ. നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. അങ്ങനെയുള്ള ഒരു വിശ്വാസ ജീവിതം നയിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ നല്ല ദൈവമേ, സ്വർഗീയപിതാവേ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പ്രിയ പിതാവിന്റെ സന്നദ്ധിയിലേക്ക് ഞങ്ങൾ അടുത്ത് വരുന്ന കർത്താവേ, ഞങ്ങൾ കേട്ട വചനത്തിന്റെ മുൻപാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു നാഥ. കർത്താവെ, കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഞങ്ങൾ കർത്താവെ ഏലിയാവിനെ കുറിച്ച് ചിന്തിക്കുന്നു. കർത്താവെ, നിന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ച്, കർത്താവെ നിന്റെ കൽപ്പനകളെ പ്രമാണിച്ച്, കർത്താവെ നീ പറയുന്ന രീതിക്ക് അനുസൃതമായിട്ടൊക്കെ ജീവിപ്പാൻ തക്കവണ്ണം അനേക ആൾക്കാരെ അത്തരത്തിലൊക്കെ കർത്താവെ രൂപാന്തരപ്പെടുത്തുവാൻ കർത്താവെ നിന്റെ ദാസനിൽ കൂടെ സാധിച്ചു എന്ന് കർത്താവെ ഈ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ചിന്തിക്കുകയും ഓർക്കുകയും ചെയ്യുന്നു. കർത്താവെ ദൈവമേ, ഞങ്ങളും അത്തരത്തിലുള്ള ജീവിതങ്ങളായിട്ടൊക്കെ മാറ്റപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളും കർത്താവെ ദൈവമേ ഞങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന വേണ്ടാത്ത ചിന്തകളും ഒക്കെ ഞങ്ങളിൽ നിന്ന് മാറ്റിക്കളഞ്ഞ് കർത്താവെ, ഞങ്ങൾ ആദ്യം കേട്ടതുപോലെ വേർപാടിൻ്റെ നടുച്ചുവരുകളെ ഇടിച്ചു കളഞ്ഞ് കർത്താവെ ഞങ്ങൾ ദൈവസന്നിധിയിൽ ഒരുമിച്ച് നിൽക്കുവാൻ തക്കവണ്ണം കർത്താവെ ഏക മനസ്സോടുകൂടി നിൽപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പൗലോസ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. പ്രയാസങ്ങൾ ഞങ്ങൾക്കിടയിലുണ്ട് കർത്താവെ, പ്രശ്നങ്ങൾ ഞങ്ങൾക്കിടയിലുണ്ട് കർത്താവെ, ഞങ്ങൾ എല്ലാവരും ബലഹീനരാണ് കർത്താവെ. പലപ്പോഴും
ഞങ്ങൾക്ക് നിന്റെ സന്നിധിയിൽ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുവാൻ കഴിയുന്നില്ല. എങ്കിലും ആ കുറവുകളെയൊക്കെ ക്ഷമിച്ച് കർത്താവേ, നീ ഞങ്ങളിൽ തരുന്ന ശക്തിക്കായിട്ട് പുതുക്കത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അത് തിരിച്ചറിഞ്ഞ് ജീവിപ്പാനുള്ള വിവേകം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവെ സഹോദരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാവരെയും ഒരുപോലെ നീ അവിടുന്ന് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ നിന്റെ മക്കളെ അവിടുന്ന് പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സൗഖ്യം നിന്റെ മക്കളിലൊക്കെ ഇറങ്ങി വന്ന് കർത്താവെ അനുഗ്രഹത്തോടെ ആയിത്തീരുവാൻ തക്കവണ്ണം ആരോഗ്യത്തോടെ, ബലത്തോടെ, സ്നേഹത്തോടെ, കർത്താവെ ദീർഘായുസോടെ ജീവിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടുന്ന് നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ പിതാവ് അതെല്ലാം അവിടുന്ന് ഏറ്റെടുത്ത് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരോട് നിരപ്പിന്റെ അനുഭവം പ്രാപിച്ച് കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ, അതിനനുസരിച്ചൊക്കെ ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ പിതാവ് അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ തമ്മിൽ കാണുന്നത് വരെയും തിരിച്ചറിവിന്റെ മറവിൽ ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് പൊതിഞ്ഞ് സൂക്ഷിക്കണമേ കർത്താവെ. ദൈവമേ, വരാമാകുന്ന ആപത്തിൽ നിന്നും, അനർത്ഥത്തിൽ നിന്നും, രോഗത്തിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ നീ അവിടുന്ന് കാത്ത് പരിപാലിച്ച് ചിറകിന്റെ മറവിൽ ഞങ്ങളെ അവിടുന്ന് സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയെ മുഴുവനും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുത്തെ കൃപയിൽ അവിടുന്ന് നിറച്ചുകൊള്ളണമേ, പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞായറാഴ്ചത്തെ ആരാധനയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഒരുമിച്ച് ഞങ്ങൾ കടന്നു വന്ന് നിന്നെ ആരാധിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നാട്ട് കർത്താവെ. ദൈവമേ, ഞങ്ങളിപ്പോൾ പിരിയുന്നെങ്കിലും കർത്താവെ, പിരിയാത്ത ദൈവത്തിന്റെ സാന്നിധ്യത്താൽ ഞങ്ങൾ എല്ലാവരെയും നിറയ്ക്കണമെന്ന് പ്രാർത്ഥന കേട്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു, കൃപയുണ്ടായി കേൾക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം ശുദ്ധീകരിക്കപ്പെടണമേ, രാജ്യം വരണമേ, തിരുവിഷ്ടസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. പരീക്ഷയിലേക്ക് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശു മിശിഹായുടെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സംസർഗവും സഹവാസവും പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും, വിട്ടുപോയ വിഷയങ്ങളും, നമ്മുടെ എല്ലാ ജീവിത ആവശ്യങ്ങളോടും കൂടെ എന്നും എല്ലായ്പ്പോഴും വസിക്കുമാറാകട്ടെ. ആമേൻ. ഇന്നത്തെ പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാവരോടുമുള്ള നന്ദി ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് പാട്ടുകൾക്ക് നേതൃത്വം നൽകിയ ചെറിയങ്കിളിനോടും ഫാമിലിയോടും, സങ്കീർത്തനം വായിച്ച ബിജുവിനോടും, പ്രാർത്ഥനയ്ക്ക് ലീഡർഷിപ്പ് എടുത്ത രശ്മിയോടുമുള്ള പ്രത്യേക നന്ദി നമ്മളുടെ എല്ലാവരുടെയും പേരിൽ അറിയിക്കുന്നു. Thank you, Achan. Thank you, Achan. Thank you, Achan. Thank you, Uncle. Thank you.